കഴിഞ്ഞ വീഡിയോ ഒന്ന് കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. നമ്മൾ ഒരു ഗ്രാഫൊക്കെ പഠിച്ച് ഓർമ്മയുണ്ടല്ലോ, ബൈൻഡിങ് എനർജി ഇപ്പോൾ ന്യൂക്ലിയോണും മാസ് നമ്പറും തമ്മിലുള്ള റിലേഷൻ ആയിട്ടുള്ള ഗ്രാഫ് കേട്ടോ. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ദെൻ വിൽ ഗോ ഫോർ ദ ടോപ്പിക് കോൾഡ് ഫിഷൻ. റൈറ്റ്, നമുക്ക് ഈ സിലബസിൽ കൊല്ലം പഠിക്കാനുള്ളത് ഫിഷനാണ്. അതിൽ നിങ്ങൾ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ. ദയവ് ചെയ്ത് തനിയെ പഠിക്കുക, ന്യൂക്ലിയർ റിയാക്ടർ. റൈറ്റ്, അത് ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഐ വിൽ സെൻഡ് യു ദാൻ അനിമേഷൻ വീഡിയോ. റൈറ്റ്, റെസ്പെക്റ്റീവ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഐ വിൽ സെൻഡ് യു ദ അനിമേഷൻ വീഡിയോ റിലേറ്റഡ് ടു ദാറ്റ് ടോപ്പിക്. അപ്പോൾ അത്രയും സമയം നമുക്ക് വേസ്റ്റ് ചെയ്യുന്ന കളയണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് ടേംസ് മാത്രം എക്സ്ട്രാ വരുന്നു എന്നല്ലാണ്ട് സാധനമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ പോകാം, നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ ഫിഷൻ? ഫിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഹെവി ആയിട്ടുള്ള ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയൈ ഇഫ് ഇറ്റ് ഈസ് അണ്ടർഗോയിങ് ബ്രേക്കേജ്, അതായത് ബ്രേക്ക് ചെയ്തിട്ട് ഇറ്റ് ബിക്കംസ് 2, മാക്സിമം 2 ആണ് ആവാറില്ല കേട്ടോ. റൈറ്റ്, സോ ദിസ് ഇസ് പാരൻറ്റ് ന്യൂക്ലിയൈ. റൈറ്റ്, പാരൻറ്റിൻ്റെ പാർട്ടെന്ന് എഴുതിയ മാതിരി ആയിപ്പോയി. റൈറ്റ്, ഈ പാരൻറ്റ് ന്യൂക്ലിയൈ വെൻ ഇറ്റ് ഈസ് divided into 2 daughter nuclei, right, along with it a heat energy will be liberated. Right, this process by which a parent nuclei splits up into 2 or more daughter nuclei, this is known as nuclear fission process. Yes, ഒരു പാരന്റ് ന്യൂക്ലിയൈ 2 ചെറിയ ഡോട്ടർ ന്യൂക്ലിയൈ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിഷൻ എന്ന് പറയുക. റൈറ്റ്, മിക്ക സമയത്ത് 2 എണ്ണമാണ് ഉണ്ടാവുക കേട്ടോ. റൈറ്റ്, 1000-ൽ 4 എണ്ണം അങ്ങോട്ട് വന്നല്ലോ, 2-ന് പകരം 3 ആവുള്ളൂ. മിക്ക സമയത്തും ബൈനറി ഫിഷനാണ് നടക്കാറ്. ക്ലിയർ? റൈറ്റ്, അപ്പോൾ ഈ 2 ഡോട്ടറും ഏതാണ്ട് ഒരെണ്ണം സ്വല്പം വലുതായിരിക്കും രണ്ടാമത്തേലേക്ക്, ഏതാണ്ടൊക്കെ കമ്പയറബിൾ സൈസസ് ആയിട്ടുള്ള ഡോട്ടർ ന്യൂക്ലിയൈസ് ആണ് ഉണ്ടാവുക. 2 രീതിയിലുള്ള ഫിഷൻ പ്രോസസ്സ് ഉണ്ടാവാറുണ്ട്. സ്പോണ്ടേനിയസ് കൊണ്ട് എന്താ, ഒരു കാരണവും ഇല്ലാതെ നാച്ചുറലായിട്ട് തന്നെ ഫിഷൻ പ്രോസസ്സ് നടക്കുന്നവ. പിന്നെന്താ, ഇൻഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ യു ഇൻഡ്യൂസ് സംതിങ്, നിങ്ങൾ എനർജി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ യൂഷ്വലി അത് ഒന്നെങ്കിൽ പ്രോട്ടോൺ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു ആൽഫ എമിഷൻ കൊടുത്തിട്ടോ, അല്ലെങ്കിൽ ന്യൂട്രോൺ കൊടുത്തിട്ടോ നിങ്ങൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിനെ ഫോഴ്സ് ചെയ്യാണ് എന്തിനു വേണ്ടിയിട്ട്, ടു അണ്ടർഗോ ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്. റൈറ്റ്, ഇതിൽ നമ്മൾ കൂടുതലും ഡീൽ ചെയ്യുക വെൻ യു യൂസ് എ ന്യൂട്രോൺ ടു ബോംബാർഡ് ഓൺ എ ന്യൂക്ലിയർ മെറ്റീരിയൽ ആൻഡ് യു അണ്ടർഗോ എ ഫിഷൻ പ്രോസസ്. സോറി, നിങ്ങൾ അണ്ടർഗോ അല്ല, ആൻഡ് ദാറ്റ് യുറേനിയം യൂഷ്വലി undergoes nuclear fission process. റൈറ്റ്, അപ്പോൾ സാധാരണ ഇതാണ് യുറേനിയം 235 വന്നിരിക്കട്ടോ. റൈറ്റ്, അതിൽ ഒരു തെർമൽ ന്യൂട്രോണാണ് യൂസ് ചെയ്യുക, അതായത് ഇറ്റ് അബ്സോർബ്സ് എ ഹീറ്റ് എനർജി ത്രൂ ഔട്ട്. റൈറ്റ്, അപ്പോൾ ഈ പ്രത്യേകത ഉണ്ട്, ഈ ന്യൂട്രോണിൻ്റെ എനർജി വളരെ കുറവായിരിക്കണം. വളരെ എന്ന് പറഞ്ഞാൽ അത്ര കുറവല്ല, ബട്ട് കുറവായിരിക്കണം. ഹൈ എനർജി ആണെങ്കിൽ എന്താ, നല്ല സ്പീഡിൽ അങ്ങോട്ട് പോയി ഇത് കൂടെ പറന്നു പോകും. It will not cause any change inside this nucleus of uranium. അപ്പോൾ ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ the neutron should be of low energy, clear, and low speed. റൈറ്റ്, അപ്പോൾ ഈ ന്യൂക്ലിയസിൻ്റെ സൈസ് വല്ലാണ്ട് വലുതാണ് അല്ലേ. അപ്പോൾ ഈ നെക്സ്റ്റ് പോയിന്റിൽ വരുമ്പോൾ എന്താ, ഈ ന്യൂട്രോണ് ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കയറും അല്ലേ. ഇതാണ് ഈ ന്യൂട്രോൺ എന്ന് വിചാരിക്കുക, അതിനെ ഡാർക്ക് ചെയ്ത് വയ്ക്കാം. ബാക്കിയെല്ലാതും അതിൻ്റെ സ്വന്തം മോളിക്യൂൾസാണ്. എന്നിട്ട് ഈ ന്യൂട്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതിൻ്റെ യുറേനിയത്തിൻ്റെ ചെറിയ സബ് പാർട്ടിക്കിൾസുമായിട്ട് കൊളൈഡ് ചെയ്തിട്ട് ആകെ ഡിസ്റ്റർബ് ആയിട്ട് ആകെ ഒരു ഷേപ്പൊക്കെ മാറ്റിയെടുക്കും, ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ കാണിക്കും. എക്സ്പാൻഡ് ചെയ്ത് എന്ത് ചെയ്യും, ഇങ്ങനൊരു ഷേപ്പ് മാതിരി, നെക്സ്റ്റ് സെൽ ഡിവിഷൻ മാതിരി. റൈറ്റ്, യു ഗെറ്റ് 2 ഡോട്ടർ ന്യൂക്ലിയൈ. റൈറ്റ്, കമ്പാരബിൾ സൈസുള്ള 2 ഡോട്ടർ ന്യൂക്ലിയൈ ഉണ്ടാവും. ഇതാണ് നമ്മൾ പിക്ടോറിയലായിട്ട് കാണിക്കുക. ക്ലിയർ? ലൈക്ക് ദിസ്, ഇങ്ങനെ 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 പിന്നെ ഇങ്ങനെ. ക്ലിയർ? അപ്പോൾ എപ്പോഴും ഇങ്ങനെ 2 ഡോട്ടർ ന്യൂക്ലിയൈ ഉണ്ടാവുന്നതിൻ്റെ ഒപ്പം തന്നെ യുറേനിയത്തിൻ്റെ കേസാണെങ്കിൽ 3 എക്സ്ട്രാ ന്യൂട്രോൺസും കൂടി ഇറങ്ങി വരും. റൈറ്റ്, സോ ദർ വിൽ ബി 2 ന്യൂക്ലിയൈ or daughter nuclei when a parent uranium undergoes nuclear fission. Along with that 2 daughter nuclei there will be 3 neutrons also. റൈറ്റ്, അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ റിയാക്ഷൻ എഴുതുകയാണെങ്കിൽ, ന്യൂക്ലിയർ റിയാക്ഷൻ എഴുതുകയാണെങ്കിൽ, ഒരു ന്യൂട്രോണ് ഒരു യുറേനിയം 235 വന്ന് ക്ലൈഡ് ചെയ്തു. റൈറ്റ്, ഇറ്റ് കോസസ് ടു ഇൻക്രീസ് ദ ഇൻ ആറ്റമിക് മാസ്, അല്ലെങ്കിൽ മാസ് നമ്പർ ഒന്ന് കൂട്ടി 236 92 ഇതുമാതിരിയായി. എന്നിട്ട് ഇത് അൺസ്റ്റേബിളാണ്. റൈറ്റ്, അൺസ്റ്റേബിൾ ആയതുകൊണ്ട് ഇറ്റ് അണ്ടർഗോ സ്പ്ലിറ്റിംഗ്
to form 144 barium, right? 56 ഒരു കാര്യം ചെയ്താലോ ഒത്തിരി കൂടി വൃത്തിയിൽ എഴുതാം കഴിഞ്ഞാൽ 2-3 റിയാക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, റൈറ്റ്? 235 യുറേനിയം 92, റൈറ്റ് ഇറ്റ് ആസ് 3 റിയാക്ഷൻസ്. 3 റിയാക്ഷൻസിൻ്റെ സാധ്യതയുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ 236 അല്ല വേണ്ട, ഇത് മുമ്പ് സോറി കേട്ടോ, ഞാൻ എൻ്റെ ഇടയ്ക്ക് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് റിയാക്ഷൻ കാണാൻ ഒരു സൗന്ദര്യം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, റൈറ്റ്? ദേ ഗിവ് മിക്സ് ചെയ്തിട്ട് യുറേനിയം 236 ആവും 92, then it splits, right, according to the statistics. ഒരു റിയാക്ഷനാണ് ഏറ്റവും കൂടുതൽ കാണുക, അതേതാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. സോ 144 barium 56 പ്ലസ് പ്ലസ് 3 ന്യൂട്രോൺ. ഇതാണ് നമ്മൾ സാധാരണ പഠിക്കാറ്. ലൈക്ക് 0 എഴുതാൻ ഉദ്ദേശിച്ചിട്ടോ, ശരിയാവില്ലേ, റൈറ്റ്? പിന്നെ ആൻറ്റിമണീൻ്റെ 133, ഇതങ്ങനെ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ, റൈറ്റ്? 99 നയോബിയം 41 പ്ലസ് 4 ന്യൂട്രോൺസ് ആണ്, പ്ലസ് ഇതിനൊക്കെ പ്ലസ് എനർജി ഉണ്ട്, റൈറ്റ്? ക്യൂന്ന് എഴുതിയിട്ടുണ്ട്, ഞാൻ എഴുതാൻ സ്ഥലം ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇത്തിരി നീക്കിയിട്ട് ഇവിടെ ക്യൂന്ന് എഴുതാം, പിന്നെ ഇവിടെയും ക്യൂ എന്താണെന്ന് അറിയാലോ, എനർജി, റൈറ്റ്? ഇവിടെ പിന്നെ സെനോണിൻ്റെ ഒരെണ്ണം കൂടി വരാണ്ട് 140, then 54 plus strontium 99, 38, right? പിന്നെ 2 ന്യൂട്രോൺ, റൈറ്റ്? അഗെയിൻ ഹീറ്റ്. ഇതിൽ ഈ റിയാക്ഷനാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, ക്ലിയർ, റൈറ്റ്? മിക്ക റിയാക്ഷൻസ് ഇതാണ്. അപ്പോൾ ആവറേജ്, അതായത് 3 ന്യൂട്രോൺസ് വരാൻ ചാൻസ് ഉണ്ട്, വേറെ റിയാക്ഷനാണെങ്കിൽ 4 ന്യൂട്രോൺസ് വരാൻ ചാൻസ് ഉണ്ട്, ഇവിടെ 2 ന്യൂട്രോൺസ് ആണ് വരുന്നത്. അപ്പോൾ ആവറേജ് എടുക്കുകയാണെങ്കിൽ വെനെവർ യുറേനിയം അണ്ടർഗോസ് ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ് അറൗണ്ട് 2.5 ന്യൂട്രോൺസ് പുറത്തേക്ക് വരുന്നതാണ് ആവറേജ് എടുത്താൽ, ക്ലിയർ? അപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിലൊരു ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺസിൻ്റെ ഗ്രാഫ് വരച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മ ഉണ്ടാ? 50 തൊട്ട് 80 ആറ്റോമിക് മാസ് അല്ലെങ്കിൽ മാസ് നമ്പർ ഉള്ള ആൾക്കാർ ദേ ആർ സ്റ്റേബിൾ ആൻഡ് ദേ ഡോണ്ട് അണ്ടർഗോ നൈദർ ഫിഷൻ നോർ ഫ്യൂഷൻ, അല്ലേ? ഇത് രണ്ടും അണ്ടർഗോ ചെയ്യില്ല. എന്നാൽ 80-ൽ കൂടുതൽ ഉള്ള ആൾക്കാർ വിച്ച് ഇസ് ആർ ഹെവി ന്യൂക്ലിയർ, അവർക്ക് എപ്പോഴും അൺസ്റ്റേബിൾ ആവാൻ ചാൻസ് ഉണ്ട്. സോ ദേ അണ്ടർഗോ വാട്ട് ഇസ് നോൺ ആസ് ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്. ഓർമ്മ ഉണ്ടാ? നീ 50-ന് താഴെ, ഓക്കെ, ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ 50, ലെസ് ദാൻ 50 ആണെങ്കിൽ, ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ 80, ദിസ് ഇസ് ലെസ് ദാൻ 50. ഇഫ് ദ ആറ്റമിക് നമ്പർ, നോട്ട് ആറ്റമിക് നമ്പർ, മാസ് നമ്പർ, ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ 50 മീൻസ് ദേ ആർ ലൈറ്റ് ന്യൂക്ലിയർ, റൈറ്റ്? ലൈറ്റ് ന്യൂക്ലിയർ ആണെങ്കിൽ ദേ അണ്ടർഗോ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രോസസ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, റൈറ്റ്? ഇവർ രണ്ടുപേരുടെയും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ എന്താ, വളരെ കുറവാണ്, റൈറ്റ്? ദിസ് സെക്ഷൻ ഹാസ് ഹയസ്റ്റ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ. അപ്പോൾ എത്രത്തോളം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ കൂടുന്നോ അത്രത്തോളം സ്റ്റെബിലിറ്റി. ലെസ് ദാൻ 50 ആൻഡ് ഗ്രേറ്റർ ദാൻ 80 മാസ് നമ്പേഴ്സ് ഹാവ് ലെസ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയർ. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. അപ്പോൾ സപ്പോസ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു പാരൻ്റ് ന്യൂക്ലിയർ ഉണ്ട്. ലെറ്റ്സ് സേ 256 നല്ല, ഞാൻ 240 എടുക്കുകയാണ് കേട്ടോ, വെറുതെ നമ്പർ പറയാണ്. 236 237 ഒക്കെ ഉണ്ടല്ലോ. സോ വി ആർ റൗണ്ടിങ് ഓഫ് പെർഫെക്റ്റ് ഫിഗർ കിട്ടാൻ വേണ്ടി മാത്രം. ഈ എക്സ് എന്ന് പറയുന്നത് യുറേനിയം ആണെന്ന് വിചാരിക്കുക. ഈവൻ ഇഫ് യുറേനിയം ഇസ് 236, 238 ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 240 എന്നൊരു റൗണ്ട് ഓഫ് എടുക്കുകയാണ് കേട്ടോ. ദിസ് ഇസ് എ മാസ് നമ്പർ, right? 240. There it is producing 2 daughter nuclei after fission, right? Let's say ഏതാണ്ട് equivalent size ആയതുകൊണ്ട് let's say both are having mass number as 120 each, right? അപ്പോൾ നിങ്ങളുടെ ബൈൻഡിങ് എനർജീൻ്റെ ഗ്രാഫിലേക്ക് നോക്കി 240 എന്ന് പറഞ്ഞാൽ 7.6ൻ്റെ അടുത്താണ് അതിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വരുന്നത്, റൈറ്റ്? എന്നാൽ സപ്പോസ് 120ൻ്റെ അടുത്ത് വരുമ്പോൾ നല്ല സ്റ്റെബിലിറ്റി ഉള്ളതായിട്ടാണ് കിട്ടാം. 8.8 പക്ഷേ 8.8ൻ്റെ അല്ലേ, ഓർമ്മ ഉണ്ടാ? 80ൻ്റെ റേഞ്ചിലാണ്, 120ഒക്കെ 80ൻ്റെ അടുത്തായിട്ട് വരുന്നത്, ക്ലിയർ? സോ 8.5 binding energy nucleons. So that means these two guys are stable when compared to the parent atom, parent nuclei. അപ്പോൾ ഇത് പെർ ന്യൂക്ലിയോണിൻ്റെ ബൈൻഡിങ് എനർജിയാണ് 7.6 എന്നെങ്കിൽ ടോട്ടൽ ബൈൻഡിങ് എനർജി എന്തായിരിക്കും? ഓഫ് 240 ന്യൂക്ലിയോൺസ്. 240 ന്യൂക്ലിയോൺസ് ആണുള്ള ഇതിൽ ഈ എക്സിന്.
120 ന്യൂക്ലിയോൺസ് അയിനുണ്ട്, 120 ന്യൂക്ലിയോൺസ് ഇസഡിനും ഉണ്ട്. അതിൽ ഓരോ ന്യൂക്ലിയോണിൻ്റെ ബൈൻഡിങ് എനർജിയാണ് 7.6 എങ്കിൽ മൊത്തം ബൈൻഡിങ് എനർജി എത്ര ഉണ്ടാവും എക്സിന്? 240 × 7.6 എടുത്താൽ 1824 ഉണ്ടാവും. കറക്റ്റ് വാല്യൂ ആവണമെന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് റൗണ്ട് ഓഫ് 1824 റൈറ്റ് മെഗാ ഇലക്ട്രോൺ വോൾട്ട് റൈറ്റ്. AMBയിൽ ആലോചിച്ചാൽ മതി, അതാണ് സുഖം. അല്ലെങ്കിൽ അപ്പോൾ 8.5 ആണെങ്കിൽ എത്ര? 8.5 × 120 എത്രയാണ്? 1020 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇവിടെയും 1020 മെഗാ ഇലക്ട്രോൺ വോൾട്ട് അല്ലേ? അതായത് Y എന്ന ഡോട്ടർ ന്യൂക്ലിയൈ നാച്ചുറലായിട്ട് അതിൻ്റെ പ്രോട്ടോണും ന്യൂട്രോണിൽ നിന്ന് ഉണ്ടാക്കണമെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചേ, Y എന്ന ന്യൂക്ലിയൈ ദിസ് വൺ if it had been produced from its own proton and neutron, this much energy, that is 1020 mega electron volt energy was to be liberated. ഇത്ര എനർജി പുറത്തേക്ക് പോകണമായിരുന്നു Y ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ. അതേമാതിരി Z ക്രിയേറ്റ് ചെയ്യണമെങ്കിലും അതേമാതിരി 1020 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി ലിബറേറ്റ് ചെയ്യണം. എന്നാൽ X എന്ന ന്യൂക്ലിയൈ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏത് അതിൻ്റെ റെസ്പെക്റ്റീവ് ന്യൂട്രോണും അല്ലെങ്കിൽ പ്രോട്ടോൺസും അല്ലെങ്കിൽ അതിൻ്റെ ന്യൂക്ലിയോൺസ് എന്ന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 1824 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് ഉണ്ടാവേണ്ടത്, കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യേണ്ടത്, കൊടുക്കണല്ല റിലീസ് റൈറ്റ്. ഒന്നുകൂടി ശ്രദ്ധിച്ച്, വൈൽ 1824 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഇൻഡിക്കേറ്റ്സ് ദ ബൈൻഡിങ് എനർജി ഓഫ് എക്സ്. ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് വെൻ ന്യൂക്ലിയസ് ഇസ് ക്രിയേറ്റഡ് ഫ്രം ഇറ്റ്സ് റെസ്പെക്റ്റീവ് ന്യൂക്ലിയോൺസ് അല്ലേ? ന്യൂക്ലിയോൺസ് മിക്സ് ചെയ്തിട്ട് ന്യൂക്ലിയസ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന എനർജി, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ അത് തകർത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ന്യൂക്ലിയോൺസ് ഉണ്ടാവാൻ വേണ്ടിയുള്ള എനർജി റൈറ്റ്. ക്ലിയർ ആവുമ്പോൾ ഇരിക്കുന്നത് അത് ലിബറേറ്ററിൻ്റെ കേസൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ ഒന്ന് ഞാൻ മാച്ചടേണ്ട കേട്ടോ, ഇതൊക്കെ മനസ്സിലായില്ല എന്താണെന്ന് റൈറ്റ്. സോ വെനെവർ റൈറ്റ് വെനെവർ you say this X is created from its nucleons, X is created from nucleons, അതിൻ്റെ അർത്ഥം 1824 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി പുറന്തള്ളപ്പെടണം. ദാറ്റ് മച്ച് എനർജി ഹാസ് ടു ബി റിലീസ്ഡ് ബിക്കോസ് ഓഫ് ദ മാസ് ഡിഫക്റ്റ്. ഇതൊക്കെ ഞാൻ എടുത്തിട്ടുള്ളതാണ്. എന്നാൽ Yന് 1020 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് റിലീസ് ചെയ്യേണ്ടത് ഇവിടെ. അപ്പോൾ നോക്കി, ഇവിടെ മൊത്തം എടുക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി Y Z കാരണമ്പോൾ എത്ര? 2040 അല്ലേ മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് എനർജി റിലീസ് ചെയ്യുക വെൻ Y ആൻഡ് Z ആർ ടോട്ടലി ക്രിയേറ്റഡ്. പക്ഷേ എത്ര എനർജി റിലീസ് ചെയ്യണുള്ളൂ? 1824 മെഗാ ഇലക്ട്രോൺ വോൾട്ട് റിലീസ് ചെയ്യണുള്ളൂ. അപ്പോൾ എത്ര കൂടുതൽ വരുന്നുണ്ട്? എത്ര കൂടുതൽ വേണം? 214 മോർ എനർജി മസ്റ്റ് ബി റിലീസ്ഡ് റൈറ്റ്. ഒന്നുകൂടി ശ്രദ്ധിച്ച്, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച്, ഒരു യുറേനിയം ആയിട്ടല്ലേ നമ്മൾ എടുക്കണേ. വെൻ 1 യുറേനിയം 235 എന്ന് ഞാൻ എടുക്കണില്ല കേട്ടോ, അല്ലെങ്കിൽ 1 ന്യൂക്ലിയസ് ഓഫ് 235ൻ്റെ പകരം ഞാൻ 240 എടുത്തത് നമുക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, റൗണ്ട് ഓഫ് ഫിഗർ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ 214ന് പകരം നമുക്ക് 216 ആണ് ശരിക്കും. ശ്രദ്ധിച്ചാൽ 214 നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി കാണിക്കുകയാണ്. ശരിക്കുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 216 അപ്പോൾ ഒരു ന്യൂക്ലിയസ് of uranium-235 on fission process, it releases 216 mega electron volt. ഒരു ന്യൂക്ലിയസ് uranium-235 when it undergoes nuclear fission process, it has to liberate 216 mega electron volt. Clear ആവണ്ടാ റൈറ്റ്. എടോ, ഈ ഒരു ന്യൂക്ലിയസ് എന്നൊക്കെ ഒരു ന്യൂക്ലിയൈ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുതാണ്, അത്രയും മാസ് കുറവാണ്. 240 MV എന്നൊക്കെ എടുത്ത് നോക്കിയേ, അത്ര ഗ്രാമൊക്കെ വളരെ വളരെ ചെറിയ മാസമാണ് ഇത്ര അധികം എനർജി ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വി ആർ യൂസിങ് ദിസ് ഏറ്റവും നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് എനർജി റിലീസ് ന്യൂക്ലിയർ ഫിഷൻ ആണെന്ന് പറയുന്നത്. ബിക്കോസ് യു റിക്വയർ സ്മോൾ എമൗണ്ട് ഓഫ് ഫ്യൂവൽ ടു ജനറേറ്റ് സോ മച്ച് എമൗണ്ട് ഓഫ് എനർജി അല്ലേ. അപ്പോൾ ചെറിയ ഫ്യൂവൽ പ്രൊഡ്യൂസേഴ്സ് ഹൈ എനർജി. ക്ലിയർ. അപ്പോൾ ഈ ഇങ്ങനെ ഹൈ എനർജി ഈ ലിബറേറ്റഡ് ഒക്കെ എന്തുകൊണ്ടാണ്? ദിസ് ഇസ് എ മാസ് ഡിഫക്റ്റ് കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് അല്ലേ. ക്ലിയർ ആവണ്ട. അപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ട്, ഇത് ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഒരു AMU മാസ് ഡിഫക്റ്റ് കൊണ്ട് ഉണ്ടാവുന്നതാണ്.
ഒന്നുകൂടി ശ്രദ്ധിച്ച് 1 AMU മാസ് ഡിഫക്റ്റ് ക്രിയേറ്റ്സ് 931.5 മെഗാഇലക്ട്രോൺ വോൾട്ട്. അല്ലെങ്കിൽ 1 AMU മാസ് കാണാണ്ടായി കഴിഞ്ഞാൽ ഡിസപ്പിയർ ആയിക്കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എനർജിയാണ് 931.5 മെഗാഇലക്ട്രോൺ വോൾട്ട്. അങ്ങനെയാണെങ്കിൽ 216 മെഗാഇലക്ട്രോൺ വോൾട്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ എത്ര മാസ് കാണാണ്ടാവണം? 1 ഡിവൈഡഡ് ബൈ 931.5 അല്ലേ, ഇൻറ്റു 216 മെഗാഇലക്ട്രോൺ വോൾട്ട്. ഇവിടെ മെഗാഇലക്ട്രോൺ വോൾട്ട്. ഒന്നുകൂടി ശ്രദ്ധിച്ചേ, നോക്കിയേ, ഇത്രയും എനർജി ലിബറേറ്റ് ചെയ്യണത് 1 AMU യൂണിറ്റ് ഓഫ് മാസ് ഡിഫക്റ്റ് ആണെങ്കിൽ 216 മെഗാഇലക്ട്രോൺ വോൾട്ട് എത്ര മാസ് ഡിഫക്റ്റ് എന്നായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഏതാണ്ട് 0.23 മെഗാ അല്ലെങ്കിൽ AMU അല്ലേ എടുക്കാം, മുകളിൽ 0.23 AMU ആണ്. റൈറ്റ്, ഒന്നുകൂടി ശ്രദ്ധിച്ചേ. അപ്പോൾ 216 മെഗാഇലക്ട്രോൺ വോൾട്ടിന് വേണ്ടി ഇത്രയും എമൗണ്ട് 0.23 AMU എത്ര കാണാണ്ടായാൽ മതി? എന്ത്? യുറേനിയം കാണാണ്ടായാൽ മതി. ഉണ്ടോ? അപ്പോൾ ആദ്യം സപ്പോസ് ഞാൻ 240 അല്ലേ, 240 AMU യുറേനിയം എടുത്തു എന്ന് വിചാരിക്കാം. അതിൽ നിന്ന് ഇത്രേ കാണാണ്ടാവുള്ളൂ. ഇത്ര 0.23. ഈ 0.23 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 0.1% കാണാണ്ടാവുള്ളൂ. ആരുടെ? യുറേനിയത്തിൻ്റെ. അതിൽ നിന്നാണ് 216 മെഗാഇലക്ട്രോൺ വോൾട്ട് വരുന്നത്. അപ്പോൾ നഷ്ടമുണ്ടാ? ഇല്ല, എനിക്ക് പിന്നെ യുറേനിയം യൂസ് ചെയ്യാമെന്ന്. ക്ലിയർ ആവണ്ട? അപ്പോൾ ഒരു ഫിഷനിൽ വളരെ ചെറിയൊരു ഭാഗമേ കാണാണ്ടാവുള്ളൂ. അപ്പോൾ യുറേനിയം അപ്പോഴും തീരുന്നില്ല. ക്ലിയർ ആവണ്ട? റൈറ്റ്. അതുകൊണ്ട് ഈ ഡോക്ടർ ന്യൂക്ലിയസ് ഉണ്ടാവുണ്ടല്ലോ യുറേനിയത്തിൽ നിന്ന്, ബേറിയമൊക്കെ, ദേ ഫെർദർ അണ്ടർഗോ പിന്നെയും ഒരു ബീറ്റായും ഗാമ റേഡിയേഷൻസ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് എപ്പോഴും ന്യൂക്ലിയർ റിയാക്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ ഹൈലി ഡേഞ്ചറസ് ആണെന്ന് പറയും. ബിക്കോസ് ദേ ആർ നോട്ട് എൻഡിങ്. ആ നോട്ട് എൻഡിങ് എന്ന കേസിലാണ് നമ്മൾ പിന്നെ പഠിക്കുക ചെയിൻ ന്യൂക്ലിയർ റിയാക്ഷൻ. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകും. റൈറ്റ്. എന്നിട്ട് ഞാൻ പിന്നെ മേക്ക് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. യു ഹാവ് ടു ലേൺ ഓർ ഐ വിൽ സെൻഡ് യു ഗൈസ് ദ ലിങ്ക് ഓഫ് വാട്ട് ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ അനിമേറ്റഡ് വീഡിയോ അയച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ പാരൻ്റ് യുറേനിയം. അതിലൊരു ന്യൂട്രോൺ വന്ന് അടിച്ചു. റൈറ്റ്. അപ്പോൾ ഈ പാരൻ്റ് യുറേനിയത്തിൽ നിന്ന് 3 ന്യൂട്രോൺസ് പുറത്തേക്ക് വരും അല്ലേ. ഈ 3 ന്യൂട്രോൺ എന്താ വേറെ 3 യുറേനിയത്തിനടിച്ച് പിന്നെയും ഓരോന്നിനും 3 ന്യൂട്രോൺസ് വെച്ച് വരും അല്ലേ. ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ മാതിരിയാണ്. ഇനി 3 പിന്നെ ആ സാമ്പിളിൽ യുറേനിയം തീർന്നിട്ടില്ല, വേറൊരു യുറേനിയത്തിലായിരിക്കും ഇവർ 3 ലിബറേറ്റ് ചെയ്യും അല്ലേ. ഇങ്ങനെ കൺട്രോളില്ലാണ്ട് ന്യൂട്രോൺസ് ജനറേറ്റ് ചെയ്ത് വരുന്നത്, അത് വേറൊരു യുറേനിയത്തിന് തട്ടി പോയിരിക്കുന്ന ഈ പ്രോസസ്സിനെയാണ് എന്ത് നമ്മൾ പറയുക? ചെയിൻ ന്യൂക്ലിയർ റിയാക്ഷൻ. റൈറ്റ്. അത് 2 ചെയിൻ ന്യൂക്ലിയർ റിയാക്ഷൻസ് ആണ് ഉള്ളത്. എന്ത്? കൺട്രോൾഡും അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ. ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ഏതാ? അൺകൺട്രോൾഡ് ആണ്. നമ്മുടെ ആറ്റം ബോംബില്ലേ, ഇതൊക്കെ ഹിരോഷിമ നാഗാസാക്കിയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ. എന്തുകൊണ്ടാണ്? അവിടെ ഒരു ഫിഷനല്ല കഴിയണത്. ഒരു ഫിഷൻ കഴിഞ്ഞിട്ട് പിന്നെയും മൾട്ടിപ്പിൾ ഫിഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. അതായത് യു കനോട്ട് സേ വെൻ ഇറ്റ് വിൽ എൻഡ്. റൈറ്റ്. ആൻഡ് ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ഹൈലി ഡേഞ്ചറസ് ഇൻ നേച്ചർ. ക്ലിയർ? അതായത് ഒരു ഫിഷൻ കോസസ് മോർ ദാൻ 1 ഫിഷൻ. ദാറ്റ് ഈസ് ആൻ അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ, മോസ്റ്റ് ഡേഞ്ചറസ്. റൈറ്റ്. അതിൽ എനർജി അൺകൺട്രോളായിട്ട് എന്താ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ കൺട്രോൾഡ് ആണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഫിഷൻ ഇസ് ഫോളോഡ് ബൈ 1 ഫിഷൻ, അഗെയിൻ ഇറ്റ് ഇസ് ഫോളോഡ് ബൈ 1 ഫിഷൻ. അപ്പോൾ പ്രീവിയസിലും ഒരു ഫിഷനെ ഉണ്ടാവുള്ളൂ, അതിന് ശേഷവും ഒരു ഫിഷനെ നടക്കുകയുള്ളൂ. ക്ലിയർ? അപ്പോൾ എക്സസ് ആയിട്ടുള്ള ന്യൂക്ലിയോൺസിനെ എന്ത് ചെയ്യാമെന്ന്? ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്ത് കളയാം. വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ് ഒരു ന്യൂട്രോൺ വന്ന് ബൊമ്പാഡ് ചെയ്തു, 3 ന്യൂട്രോൺ അല്ലേ വന്ന്, അതിലത്തെ ഒരെണ്ണം മാത്രം മാറ്റി ചെയ്ത് 2 അബ്സോർബ് ചെയ്ത് കളയും. അപ്പോൾ അത് വേറൊരു ന്യൂട്രോണിനടിച്ച് പിന്നെയും 3 അല്ലേ എടുക്കണം, അതിലത്തെ 2 എടുത്ത് കളയും. അങ്ങനെ ഒരു ന്യൂട്രോണിനെ മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. ക്ലിയർ? ദിസ് ഇസ് വാട്ട് ഈസ് ഡൺ ഇൻ യുവർ ന്യൂക്ലിയർ റിയാക്ടർ. അതൊരു കൺട്രോൾഡ് ചെയിൻ റിയാക്ഷനാണ്. ക്ലിയർ? അപ്പോൾ എനർജി ലിബറേറ്റഡ് ചെയ്തിരിക്കണം എന്താ? ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിലായിരിക്കും, കൂടുക തന്നെ ചെയ്യുക, പക്ഷേ കൺട്രോൾഡ് ആയിട്ടാണ് എനർജി റിലീസ് ചെയ്യുക. ക്ലിയർ? പക്ഷേ ന്യൂക്ലിയർ റിയാക്ഷനൊക്കെ വളരെ ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ളത് കാരണമാണ് അതിനെ നമ്മൾ ഇപ്പോഴും അത്ര അധികം ഫേമസ് അല്ലാത്തത് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയർ റിയാക്ടറൊക്കെ സ്ഥാപിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. റൈറ്റ്. സോ ദർ ആർ സം ഡിഫിക്കൽട്ടീസ് ഇൻ ചെയിൻ റിയാക്ഷൻ. അപ്പോൾ ചെയിൻ റിയാക്ഷൻ്റെ ഫസ്റ്റ് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുവർ കോൺസെൻട്രേഷൻ ഓഫ് ഫ്യൂവൽ. പുവർ ഐഷ് ഞാൻ പറയുന്നുണ്ട്, എന്താണ് എഴുതാൻ പറ്റത്? പുവർ ഐഷ്
concentration of fuel. റൈറ്റ്, അതായത് ഇപ്പം നമ്മൾ 1000 കിലോഗ്രാം നാച്ചുറൽ യുറേനിയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുഴിച്ചെടുത്താൽ അതിൽ 7 കിലോഗ്രാം എന്താ ഉണ്ടാവുള്ളൂ, നമ്മുടെ പെർഫെക്റ്റ് യുറേനിയം ആയുള്ള U35 ഉണ്ടാവും, 235 ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ യുറേനിയം 238 ആണ്. റൈറ്റ്, 1000 കിലോയിൽ നമ്മൾ യുറേനിയം കുഴിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് 7 കിലോ നമുക്ക് ആവശ്യമുള്ളതുള്ളൂ. ബാക്കിയൊക്കെ വി കനോട്ട് യൂസ്ഡ് ഫോർ ന്യൂക്ലിയർ ഫിഷൻ. ഇത് ഫിഷൻ നടത്തില്ല എന്നല്ല കേട്ടോ. യുറേനിയം 238 പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുറേനിയം 238 ഒരു പ്രാവശ്യം നിങ്ങളൊരു ന്യൂട്രോൺ വെച്ച് അടിച്ചു എന്ന് തന്നെ വിചാരിക്കാം. ആ ന്യൂട്രോണിന് എന്ത് ഉണ്ടാകാൻ പാടില്ല, അധികം എനർജി പാടില്ല. പക്ഷേ എന്താണ് നമ്മൾ U35 കാര്യം പറയാം വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ യുറേനിയം 238 ഇളക്കണമെങ്കിൽ നല്ല എനർജി ഉള്ള ന്യൂട്രോൺ വന്നിട്ട് ഇടിയണം. ശ്രദ്ധിച്ചേ, ക്ലിയർ ആക്കി ശ്രദ്ധിക്കട്ടെ. യുറേനിയം 235 ആയിരുന്നപ്പോൾ when it was uranium 235 you used a neutron which is less energy ഉള്ള ആളെയാണ് അടിച്ചിരുന്നത്. എന്നാലേ കൊളൈഡ് ചെയ്തിട്ട് ന്യൂക്ലിയർ റിയാക്ഷനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ യുറേനിയം 238 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മാസ് ഉള്ളതാണ്. അതിനെ ഒന്ന് അൺസ്റ്റേബിൾ ആക്കണമെങ്കിൽ നല്ല സ്പീഡുള്ള ന്യൂട്രോണെ വെച്ചിട്ട് വേണം ഇടിക്കാൻ. അപ്പോൾ അവിടെ തന്നെ എനിക്ക് എക്സ്ട്രാ എനർജി കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു ന്യൂട്രോണിനെ സ്പീഡ് കൂട്ടണമെങ്കിൽ. ഇനി ഇതെന്നെ ഇടിച്ചു എന്ന് വിചാരിക്കാം, ഏത് ന്യൂട്രോണ്. അപ്പോൾ 3 ന്യൂട്രോൺസ് വന്നു എന്ന് തന്നെ വിചാരിക്കാം. ഈ പുറത്തേക്ക് വരുന്ന ന്യൂട്രോൺസ് പിന്നെ എനർജി ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ എനർജി കൊടുത്തിരിക്കണം. പിന്നെ ഇതുകൊണ്ട് എന്താ ലാഭമില്ല. അതുകൊണ്ടാണ് യുറേനിയം 230 ഈസ് നോട്ട് ഫിസിബിൾ എന്ന് പറയുന്നത്, നോൺ ഫിസിയബിൾ. അല്ലാണ്ട് നോൺ ഫിഷണബിൾ എന്നല്ല കേട്ടോ, നോൺ ഫിസിയബിൾ എന്നാണ് പറയുക. ക്ലിയർ? അല്ല, എക്സ്ട്രാ എനർജി നമ്മളായിട്ട് പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂട്രോൺസ്, യുറേനിയം 235 ഡ്രോബാക്ക് എന്താ, ഈ ന്യൂട്രോൺസ് വന്നിട്ട് ഇടിക്കുന്നുണ്ട് അല്ലേ, അത് സ്ലോ ആക്കാമെന്നൊക്കെ ശരിയാണ്. പക്ഷേ യുറേനിയം 235 ഇടിച്ചു കഴിഞ്ഞാൽ 3 ന്യൂട്രോൺസ് അല്ലേ, ആ 3 ന്യൂട്രോണ് ലോകോത്തര സ്പീഡാണ്. ആ സ്പീഡിൽ നമ്മൾ കുറയ്ക്കാൻ നിൽക്കണം. ഇതൊക്കെയാണ് ഡ്രോബാക്സ് ആണ്. പക്ഷെ അതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പോഴും ന്യൂക്ലിയർ റിയാക്ടേഴ്സൊക്കെ വർക്ക് ചെയ്യണത്. നൗ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ മാസ് എന്നുള്ളൊരു ക്രൈറ്റീരിയ പഠിക്കണം. അതായത് ഇപ്പോൾ ഈ ഒരു യുറേനിയം എന്ന് പറഞ്ഞ ഒരു ഷീറ്റാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് കേട്ടോ. യുറേനിയം 235 യു ഹാവ് ടേക്കൺ ഷീറ്റ് വിച്ച് ഈസ് ആക്ച്വലി ഹാവിങ് ഓൺലി 1 ലെയർ ഓഫ് ആറ്റം ഓർ 1 ലെയർ ഓഫ് ന്യൂക്ലിയർ. അതിലേക്ക് ഞാനൊരു ന്യൂട്രോൺ വന്ന് പതുക്കെ അടിച്ചാലും ചിലപ്പോൾ ഈ ഫോയിൽ വളരെ ചെറുതായത് കാരണം ഈ ന്യൂട്രോൺ അത് കൂടെ സഞ്ചരിച്ച് പുറത്തേക്ക് പോവാം അല്ലേ. അപ്പോൾ എന്തായി, ഈ ന്യൂട്രോൺ വല്ല റിയാക്ഷൻ ചെയ്യുമോ ഈ യുറേനിയത്തുമ്മ? ഇല്ല. അപ്പോൾ ഒരു മിനിമം മാസ് ഷുഡ് ബി ദർ സോ ദാറ്റ് ദ യുറേനിയം ക്യാൻ അണ്ടർഗോ എ ചെയിൻ ഫിഷൻ റിയാക്ഷൻ. ദാറ്റ് മാസ് ഇസ് നോൺ ആസ് ക്രിട്ടിക്കൽ മാസ്. ഇത് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്ത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. ദ മിനിമം മാസ് ദ യുറേനിയം മസ്റ്റ് ഹാവ് സോ ദാറ്റ് the nuclear fission reaction, which is a chain reaction, controlled chain reaction should happen. That mass is known as critical mass, right? അതേമാതിരി criteria for controlling ഇതൊക്കെ പാരാമീറ്റേഴ്സ് നിങ്ങൾ പഠിച്ചിരിക്കുക അതൊക്കെ, റൈറ്റ്. കൺട്രോളിങ് ദ റേറ്റ് ഓഫ് ഫിഷൻ, അതായത് ഏത് പാരാമീറ്ററിന് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ ഫിഷൻ നടക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, നല്ലതാണോ ഇല്ലയോ, റൈറ്റ്. ദാറ്റ് ഈസ് കെ. ഒരു കെ എന്ന് പറഞ്ഞ പാരാമീറ്ററാണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഫിഷൻ ഇൻ പ്രസൻറ്റ് ജനറേഷൻ. പ്രസൻറ്റ് ജനറേഷൻ എന്ന് ഇപ്പോൾ നടക്കുന്നത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഫിഷൻ ഇൻ പ്രീവിയസ് ജനറേഷൻ. പ്രീവിയസ് ജനറേഷൻ എന്നാൽ നോക്കിയേ, ഇപ്പോൾ ഇവിടെ ഒരു ഫിഷൻ നടന്നുകൊണ്ടിരിക്കുക, അതാണ് പ്രസൻറ്റ് ഫിഷൻ, റൈറ്റ്. അപ്പോൾ ഇതായിരുന്നു യുറേനിയം, ഇതിൻ്റെ മുകളിലൊരു ന്യൂട്രോൺ വന്നടിച്ചു, ഇത് പ്രീവിയസ് ഫിഷൻ. ഇതിൽ നിന്ന് 3 ന്യൂട്രോൺസ് വന്നിരുന്നു, അത് ഒരു ന്യൂട്രോൺ മാത്രം അടുത്ത യുറേനിയത്തിൽ തട്ടിയിട്ട് പിന്നെയും 3 ന്യൂട്രോൺ വന്നു. അതിൽ ഇത് 2 ക്യാൻസൽ ചെയ്ത് ഇത് 2 ക്യാൻസൽ ചെയ്തിട്ടാണ് ഇത് മാത്രം എന്തായത് വേറെ യുറേനിയത്തുമ്പോൾ ബൊമ്പാഡ് ചെയ്ത്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ കൺട്രോൾഡ് റിയാക്ഷൻസ് ആയിട്ട് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നോക്കിയേ, ഇതാണ് നമ്മുടെ പ്രസൻറ്റ് ഫിഷൻ, ഇതാണ് നമ്മുടെ പ്രീവിയസ് ഫിഷൻ, റൈറ്റ്. എത്ര ഉണ്ട് നമ്പർ ഓഫ് ഫിഷൻസ് ഇൻ പ്രസൻറ്റ് ജനറേഷൻ? എത്ര ഉണ്ട്? 1. എന്താണ് പ്രീവിയസ് ജനറേഷൻ നമ്പർ ഓഫ് ഫിഷൻ? അതിലും 1. അപ്പോൾ കെ എത്ര ആയിരിക്കും? 1/1 അല്ലെങ്കിൽ കെ ഈസ് ഈക്വൽ ടു 1. ദിസ് ഈസ് എ പെർഫെക്റ്റ് വേ. ഇപ്പോൾ ഇഫ്
K is equal to 1, right, that means it is a controlled chain reaction. Right, K greater than 1 ൻ്റെ അർത്ഥം എന്താടോ? K greater than 1 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ വലുതാണ് അല്ലേ? ന്യൂമറേറ്റർ വലുതെന്ന് പറഞ്ഞാൽ എന്താടോ? നമ്പർ ഓഫ് ഫിഷൻ ഇൻ ദ പ്രസൻറ്റ് ജനറേഷൻ, അതായത് ഈ ജനറേഷനിൽ നടന്ന ഫിഷൻ കൂടുതലാണ്. അതെപ്പോഴും അർത്ഥം എന്താ? ഇവിടെ നിന്ന് 3 ന്യൂട്രോൺ വന്നിട്ടില്ലേ, അവർ വേറെ യുറേനിയത്തിന് പോയി പിടിക്കുന്നുണ്ട്. റൈറ്റ്, ദാറ്റ് മീൻസ് യു ഹാവ് വാട്ട് ഈസ് നോൺ ആസ് അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ. അപ്പോൾ K greater than 1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ. അപ്പോൾ K less than 1 വന്നാൽ പ്രോപ്പറായിട്ടൊരു റിയാക്ഷൻ നടന്നിട്ടില്ല, കഴിഞ്ഞാൽ നടക്കുന്നേ ഇല്ല. ക്ലിയർ ആവുണ്ടോ? സോ വിച്ച് ഇസ് ദ ബെസ്റ്റ് വൺ ടു സേ വെദർ ഇറ്റ് ഇസ് എ കൺട്രോൾ റിയാക്ഷൻ ഓർ നോട്ട്? ഇഫ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഫിഷൻ ഇൻ ദ പ്രസൻറ്റ് ജനറേഷൻ ടു ദ number of fission in previous generation, if it is equal to 1, then it is a controlled chain reaction. Clear ആയ? റൈറ്റ്, ഇതിന് ശേഷം വരുന്ന ടോപ്പിക്കാണ് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടർ. ദയവേത് ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ ശ്രമിക്കുക. ഐ വിൽ ട്രൈ ടു സെൻഡ് ദ ലിങ്ക് ഫോർ ഇറ്റ്. റൈറ്റ്, നെക്സ്റ്റ് ചെറിയതായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് ന്യൂക്ലിയർ ഫ്യൂഷൻ. സ്പെല്ലിംഗ് തെറ്റിയ? റൈറ്റ്, ന്യൂക്ലിയർ ഫ്യൂഷൻ, അതായത് രണ്ട് ചെറിയ ലൈറ്റർ ന്യൂക്ലിയൈ വെൻ ദി കമ്പൈൻ ടു ബിക്കം എ ലാർജർ ന്യൂക്ലിയൈ, റൈറ്റ്, ദാറ്റ് ഈസ് നോൺ ആസ് ന്യൂക്ലിയർ ഫ്യൂഷൻ. റൈറ്റ്, ഇതിലും എന്താണ്? ഹൈ എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യപ്പെടാണ്. റൈറ്റ്, ആൻഡ് ഇവർ തമ്മിൽ വന്നിടിക്കുമ്പോഴേ റിപ്പൾഷനാണ് ഉണ്ടാവാൻ ചാൻസ് അല്ലേ, ലൈക്ക് ടൈപ്പ് ആയിട്ടുള്ള ന്യൂക്ലിയൈ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എനർജി ശരിക്കും ഇവർ തമ്മിലുള്ള ഈ റിപ്പൾഷനെ ഓവർകം ചെയ്യാനുള്ള എനർജിയാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ യു ഹാവ് ടു ഗിവ് എക്സ്ട്രാ ടെമ്പറേച്ചർ. റൈറ്റ്, ക്ലിയർ? അപ്പോൾ നമ്മൾ സാധാരണ പഠിക്കാനുള്ളത് തെർമോ ന്യൂക്ലിയർ ഫ്യൂഷൻ. റൈറ്റ്, അതായത് എന്താണ്? നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ പോവാം. ഇവിടെ തെർമോ ന്യൂക്ലിയർ ഫ്യൂഷൻ ഇസ് എ ടൈപ്പ് ഓഫ് ഫ്യൂഷൻ ഗൈസ് വിച്ച് ഹാപ്പൻസ് ഇൻ സണ്ണിൽ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് ഫ്യൂഷനെയാണ് നമ്മൾ തെർമോ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നല്ല ഹൈ ടെമ്പറേച്ചർ, നല്ല പ്രഷർ കൊടുക്കുകയാണ്. അപ്പോൾ എന്താ, ഈ പാർട്ടിക്കിൾസിന് എന്തായിരിക്കും ഇനഫ് എനർജി കിട്ടുമ്പോൾ അവർക്ക് തെർമൽ മോഷൻ, അതായത് ഈ കോളം ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടായി, ഇപ്പോൾ തന്നെ നേരത്തെ 2 പാർട്ടിക്കിൾസ്, അതെന്താ ഞാൻ പറയണില്ല. റൈറ്റ്, സാധാരണ അത് പ്രോട്ടോൺ തന്നെയാണ് കേട്ടോ. പിന്നെ പറഞ്ഞുതരാം, അതിന് ശേഷം പറഞ്ഞുതരാം. ഇവർ 2 പേർക്കും തമ്മിൽ ദർ ഇസ് എ വാട്ട് ഈസ് നോൺ ആസ് കുളും ബാരിയർ, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൾഷനാണ് ഉണ്ടാകുന്നത്. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യു ആർ ഗിവിങ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ, സോ ദാറ്റ് യു ആർ എനേബിളിംഗ് ദം ടു ഫ്യൂസ് വിത്ത് ഈച്ച് അതർ. അതാണ് സണ്ണിൽ നടക്കുന്നത് കേട്ടോ. ക്ലിയർ? നൗ സ്റ്റാർ, സണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ സണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് കൂടുതൽ എനർജി കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ്? ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ അവിടെ നടക്കുന്നതുകൊണ്ടാണ്. റൈറ്റ്, ക്ലിയർ? അപ്പോൾ പ്രീവിയസ് സെക്ഷനിൽ നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു, അഗെയിൻ സിമിലർലി അതിന് പ്രഷറും ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കും. ആ ന്യൂക്ലിയർ ഫ്യൂഷനിൽ നിന്ന് ഉണ്ടാവണം അതിനേൽ എത്രയാണ് എനർജി സപ്ലൈ ചെയ്തത് അതിൻ്റെ ഇരട്ടിയാണ് പിന്നെ എനർജിയും ചൂടും ഹീറ്റും പ്രഷറും വന്നുകൊണ്ടിരിക്കുന്നത്. സോ എപ്പോഴും മൾട്ടിപ്പിൾ ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. ഹെൻസ് ഇറ്റ് ഇസ് നോട്ട് കൺട്രോളബിൾ. ഫ്യൂഷൻ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ക്ലിയർ? ഫിഷൻ കൺട്രോൾ ചെയ്യണ മാതിരി ഫ്യൂഷൻ പ്രോസസ്സസ് അൺകൺട്രോളബിൾ. റൈറ്റ്, നാ ഒരു മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്സാണ് സണ്ണിൽ ഉണ്ടാവുന്നത് കേട്ടോ. റൈറ്റ്, ഫസ്റ്റ് സ്റ്റെപ്പ് നോക്ക്. സ്റ്റെപ്പ് 1, ഒരു പ്രോട്ടോൺ, right, and another proton, right, it adds up, right, by providing high heat and pressure, it adds up to form a deuteron, right. The hydrogen species ആണ്. Plus a positron will be released, right, and a neutrino will be released with a high amount energy of 0.42 mega electron volt. Right, രണ്ടാമത്തെ സ്റ്റെപ്പിൽ, റൈറ്റ്, ഈ റിലീസ് ചെയ്തിട്ടുള്ള പോസിട്രോൺ വിൽ റിയാക്ട് വിത്ത് എൻ ഇലക്ട്രോൺ ടു പ്രൊഡ്യൂസ് ഗാമ റേസ് വിത്ത് എ ഹൈ എമൗണ്ട് ഓഫ് എനർജി ഓഫ് 0.2 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇങ്ങനെ തന്നെ മഗപ്പ് ചെയ്യണം കേട്ടോ. റൈറ്റ്, സ്റ്റെപ്പ് 3യിൽ നടക്കുന്നത്, ഇപ്പോൾ ഡ്യൂട്രോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ഡ്യൂട്രോൺ വെറുതെ ഇരിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പ്ലെൻറ്റി ഓഫ് പ്രോട്ടോൺ, നമ്മുടെ കയ്യിലെ സൂര്യനിൽ
ഒരു പ്രോട്ടോണിൻ്റെ കൂടെ പിന്നെയും പോയാൽ ഇഷ്ടം റിയാക്ട് ചെയ്യും ടു പ്രൊഡ്യൂസ് വാട്ട് ഈസ് നോൺ ആസ് ഹീലിയം. റൈറ്റ്, ഹീലിയം പ്രോപ്പറായിട്ടില്ല, അതെനിക്കും അറിയാം. റൈറ്റ്, ഹീലിയം പ്രോപ്പറായിട്ടില്ല, അഗെയിൻ അത് അൺസ്റ്റേബിൾ ആണ്. ഇവിടെ ഞാൻ പെന്നെ എടുത്തത് ഇവിടെ ഹീലിയം പ്ലസ് ഗാമ റേസ്. റൈറ്റ്, ഗാമ റേസ് എന്ന് എഴുതണ്ടല്ലോ, ഗാമ എന്ന് എഴുതിയ പോലെ. റൈറ്റ്, അപ്പോഴും ഒരു എനർജി വന്നുണ്ട് 5.49 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി വരും. റൈറ്റ്, നാലാമത്തെ സ്റ്റെപ്പിൽ, ഫോർത്ത് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, ഈ ഹീലിയം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടല്ലോ 3He2, ഇറ്റ് അഗെയിൻ റിയാക്ട്സ് വിത്ത് അനദർ ഹീലിയം ആറ്റം. അപ്പം ഈ 3 ഹീലിയം He2 റിയാക്ട്സ് വിത്ത് അനദർ ഹീലിയം. ഈ He2 എന്ന് പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ ഹീലിയത്തിൻ്റെ ഐസോടോപ്സ് ആണ് കേട്ടോ, അത് രണ്ടും തന്നെ ഈ 3He2. ആൻഡ് ദെൻ ദേ പ്രൊഡ്യൂസ് എ സ്റ്റേബിൾ ഹീലിയം ന്യൂക്ലിയൈ. റൈറ്റ്, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഹീലിയം ന്യൂക്ലിയൈ ഉണ്ടാക്കും. പ്ലസ് ശ്രദ്ധിച്ചു നോക്കട്ടെ, പ്ലസ് ഞാൻ എഴുതിയില്ല, ഇവിടെ 2 എഴുതിയില്ല, സോറി, 2 പ്രോട്ടോൺ ദേ പിന്നെ ഉണ്ടാക്കും. കണ്ട, പ്ലസ് 12 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. കഴിഞ്ഞിട്ടില്ലേ നോക്കിയേ. അപ്പോൾ തുടങ്ങിയത് ഇതൊന്നും ഞാൻ ചെറുതാക്കാണ് കേട്ടോ. സ്റ്റെപ്പ് 1 തൊട്ടിട്ട് കാണാം. നോക്കിയേ, സ്റ്റെപ്പ് 1 ശ്രദ്ധിച്ച് 2 പ്രോട്ടോണിൽ തുടങ്ങിയതാണ് ഈ ആൾക്കാർ. അവസാനത്തെ റിസൾട്ട് പിന്നെയും 2 പ്രോട്ടോൺ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണോ, ഇവർ രണ്ടുപേരും പിന്നെയും റിയാക്ട് അഗെയിൻ ദിസ് എൻറ്റയർ പ്രോസസ് കണ്ടിന്യൂസ്. എന്നിട്ട് അവസാനം പിന്നെയും 2 പ്രോട്ടോൺസ് ഇട്ടു, അവർ പിന്നെയും റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. സന്തോഷം, കണ്ട, ക്ലിയർ? ദാറ്റ്സ് വൈ ദിസ് ഇസ് എ വെരി വെരി അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ എങ്ങനെ ഇത് തോന്നിയ മാസംമാരിയാണ് കാണിക്കുന്നത്, ഒരു പിടിയില്ല. അതിൽ ഓരോ റിയാക്ഷൻ നടക്കുമ്പോഴും ലെറ്റ് us see how much is the energy liberated. അല്ലേ, ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കുന്നത്. റൈറ്റ്, ഇവിടെ 12 എന്ന് പറഞ്ഞാൽ ശരിക്കും 12.86 ഉണ്ട് കേട്ടോ. അതായത് ഇതിൽ 1, 2, 3 സണ്ണിൽ നടക്കുന്ന കേട്ടോ. സണ്ണിയുടെ കേസ് തന്നെ മാത്രം എടുക്കുകയാണെങ്കിൽ ഈ 3 സ്റ്റെപ്പ് 2 പ്രാവശ്യം നടക്കും ഒരൊറ്റ ഫ്യൂഷൻ പ്രോസസ്സിൽ കേട്ടോ. ഇറ്റ് ഹാപ്പൻസ് ട്വൈസ് ആൻഡ് ദിസ് പ്രോസസ് ഹാപ്പൻസ് വൺസ്. റൈറ്റ്, ഇങ്ങനെ 4 റിയാക്ഷൻസും കൂടി വരുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നടക്കുന്നത്? നോക്കി 1, 2, 3, 4 തരത്തിലുള്ള ഹൈഡ്രജൻ ആറ്റംസ്. 4 തരത്തിലുള്ള ഹൈഡ്രജൻ ആറ്റംസ് കൂടിയിട്ട് ഒരു ഹീലിയം ആറ്റത്തിനെയാണ് ഉണ്ടാക്കുന്നത്. ശ്രദ്ധിച്ചേ, 4 ഹൈഡ്രജൻ, ശരിക്കും പ്രോട്ടോൺസ് ആണ് ഹൈഡ്രജൻ ഇറ്റ്സെൽഫ്. റൈറ്റ്, 4 ഹൈഡ്രജൻ ആറ്റംസ് ആർ മീറ്റിംഗ് ടു ഫോം ഒരു ഹീലിയം ആറ്റം അല്ലേ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ റിയാക്ഷൻ മൊത്തത്തിലൊരു കമ്പൈനായിട്ട് ഇങ്ങനെ എഴുതാം. 4 റൈറ്റ് ഹൈഡ്രജൻ ആറ്റംസ്, 2 ന്യൂട്രിനോന്നൊന്നും എഴുതുന്നില്ല കേട്ടോ, പ്ലസ് 2 ഇലക്ട്രോൺസ്, ബാലൻസിങ് ഒന്നും എടുക്കുന്നില്ല, to liberate 4 helium atoms, right, with 6 gamma rays, right, with a hefty amount of 26.7 mega electron volt. ഇത്ര എനർജി അങ്ങോട്ട് പോകുന്നുണ്ട്. റൈറ്റ്, ക്ലിയർ ആവുണ്ടെങ്കിൽ റൈറ്റ്. ഈ ഇതിന് പ്രോട്ടോൺ സൈക്കിൾ എന്നാണ് കൂടി പറയാറുണ്ട്. വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോൺ ജനറേറ്റ് ചെയ്ത് പിന്നെയും പ്രോട്ടോൺ ആയിട്ട് പിന്നെയും പ്രോട്ടോൺസ് തന്നെ പിന്നെയും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. It starts with proton, it ends with proton, again it starts with proton. Clear? This type of process is known as nuclear fusion. നല്ല ഭംഗിയില്ലേ ഇത്രയുള്ള ക്വസ്റ്റ്യനിൽ. ഓക്കെ, അപ്പോൾ സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഹൗ ലോങ് ക്യാൻ an electric lamp, right, of 100 watt be kept glowing by fusion of 2 kilogram of deuterium? Take the fusion reaction as 2H1 plus 2H1 gives you 3He2. ഒരു സ്റ്റെപ്പായിരുന്നു കേട്ടോ, 3.27 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. റൈറ്റ്, ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഹൗ ലോങ് ക്യാൻ an electric lamp of 100 watt be kept glowing by the fusion of 2 kilogram deuterium? അതായത് ഈ 2 കിലോഗ്രാം ഡ്യൂട്രിയം കൊണ്ട് എത്ര എനർജി കിട്ടിക്കഴിഞ്ഞാൽ 100 വാട്ടിൻ്റെ ബൾബിനെ കത്തിക്കാം. റിയാക്ഷൻ തന്നിട്ടുണ്ട്. ക്ലിയർ? മനസ്സിലാവുണ്ടോ? റൈറ്റ്, അപ്പോൾ ഇതിലൊരു ന്യൂട്രോൺ എഴുതാൻ പറഞ്ഞു കേട്ടോ. റൈറ്റ്, പ്ലസ് N, ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഗിവൺ റിയാക്ഷൻ. റൈറ്റ്, അപ്പോൾ നമുക്ക് ഈ ന്യൂട്രിയം എത്ര തന്നിട്ടുള്ളത് 2 കിലോഗ്രാം. അപ്പോൾ 1 മോള് ന്യൂട്രിയം എടുക്കുകയാണെങ്കിൽ
ഓഫ് ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് 2 gram ഓഫ് ഡ്യൂട്രിയം അല്ലേ? എത്രയുണ്ടാവും? എത്ര അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും? 6.23 × 10⁻23 ആറ്റംസ് ഉണ്ടാവും. റൈറ്റ്? അറിയില്ലേ ഡ്യൂട്രിയം എന്ന് പറഞ്ഞാൽ 2H1 ആണ് കേട്ടോ, 2 gram. റൈറ്റ്? ക്ലിയർ? അപ്പോൾ 2 gram ഡ്യൂട്രിയം എത്ര ആറ്റംസ് തരും? ഇത്ര ആറ്റംസ് ഉള്ളു. അപ്പോൾ 2 kilogram ഡ്യൂട്രിയം എത്ര ആറ്റംസ് തരും? ഓക്കെ, 6 അവിടെ എഴുതിയിട്ടുള്ളൂ, 2 എഴുതുക. 6.023 × 10⁻26 2000 അല്ലേ? അപ്പോൾ 3 10⁻3 കൂടി വരും അല്ലേ? റൈറ്റ്? അപ്പോൾ നമ്മളോട് നോക്കിയേ ഇക്വേഷനിൽ എന്താ ഇരിക്കണേ? 2 ഡ്യൂട്രിയം കൂടുമ്പോൾ 3.27 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജിയാണ് ലിബറേറ്റ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി ഞാൻ എഴുതി വയ്ക്കുക ഇവിടെ സൈഡിൽ. ഇനിയിപ്പോൾ ആ റിയാക്ഷൻ കാണൂലല്ലോ. റൈറ്റ്? 2 ഡ്യൂട്രിയം ആറ്റംസ്, 2 ആറ്റംസ്, ഞാൻ ഡ്യൂട്രിയം ഡി മാത്രം എഴുതുന്നുള്ളൂ കേട്ടോ, ഇസ് ലിബറേറ്റിംഗ് 3.27 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി. റൈറ്റ്? അപ്പോൾ ടോട്ടൽ എനർജി പെർ ന്യൂക്ലിയസ് എത്രയാണ് വരിക? ഓക്കെ, 2 എണ്ണത്തിന് 3.27. അപ്പോൾ ഒരെണ്ണത്തിന് എത്രയായിരിക്കും? ഒരു ആറ്റം എത്ര തരിക? 3.27 / 2. എത്ര ആറ്റംസ് ഉണ്ട്? ഇത്ര ഉണ്ട്, 10⁻26. റൈറ്റ്? മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇനി കാൽക്കുലേഷൻ ആട്ടോ, ഒന്നുകൂടി ശ്രദ്ധിച്ചേ. 2 കിലോഗ്രാമിന് ഇത്ര ആറ്റംസ് ഉണ്ട്. 2 ആറ്റം ഇത്ര എണ്ണം തരാണെങ്കിൽ ഇത്ര ആറ്റംസ് എത്ര തരും? അത്രേ ഉള്ളൂ, മാത്സ് ആണ്. റൈറ്റ്? 2 atoms gives the much of energy during fusion. So 6.023 × 10⁻26 can liberate this much of energy. Clear? Calculate ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 1.576 × 10⁻14 joules എനർജിയാണ് ലിബറേറ്റ് ചെയ്യുക 2 കിലോഗ്രാം ആയിട്ടുള്ള നമ്മുടെ ഡ്യൂട്രിയം. ക്ലിയർ ആവുണ്ടോ? അപ്പം നമ്മുടെ പവർ എത്ര? ലാമ്പിൻ്റെ 100 watt അല്ലെങ്കിൽ ഐ ക്യാൻ സേ 100 joule per second അല്ലേ? അതായത് എമൗണ്ട് ഓഫ് എനർജി വിച്ച് ഇസ് കൺസ്യൂംഡ് ബൈ ദ ലാമ്പ് പെർ സെക്കൻഡ് ഇസ് 100 joule. ഓരോ സെക്കൻഡിലും ആ ലാമ്പ് വലിക്കുന്നത് 100 ജൂലാണ്. 100 ജൂളാണ് അല്ലേ? അപ്പോൾ എത്ര നേരം നോടി ഒരു സെക്കൻഡിൽ 100 ജൂൾ. അപ്പോൾ എത്ര സെക്കൻഡ് കൊണ്ട് ഇത്ര ജൂൾ തന്നെ കൺസ്യൂം ചെയ്യാൻ പറ്റും? ശ്രദ്ധിച്ചോക്കെ, ഇൻ 1 second ഇറ്റ് ക്യാൻ കൺസ്യൂം 100 ജൂൾ. ദെൻ വിത്തിൻ ഹൗ മച്ച് സെക്കൻഡ്സ് ദിസ് മച്ച് എനർജി ക്യാൻ ബി അബ്സോർബ്ഡ്. വല്ലാണ്ട് വലിയ വാല്യൂ ആണ് വരിക. അപ്പോൾ നമുക്ക് വർഷങ്ങളിലൊക്കെയാണ് വരിക. അപ്പോൾ ടോട്ടൽ ടൈം നോക്കുകയാണെങ്കിൽ എത്ര? 1.576 × 10⁻14 ഡിവൈഡഡ് ബൈ 100 ജൂൾസ് എടുക്കുകയാണെങ്കിൽ സെക്കൻഡ്സിലൊക്കെ വരിക. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ×60 × 60 30 മിനിറ്റിലേക്കായിട്ടുണ്ട്. പിന്നെ 24 hour ആക്കാം, പിന്നെ 365. അപ്പോൾ ഇത് വരുന്ന ആൻസർ ഇയേഴ്സിലായിരിക്കും. ഏതാണ്ട് 4.9 × 10⁻4 ഇയേഴ്സ് വരും. ക്ലിയർ? 1 സെക്കൻഡിന് ഇത്ര ജൂൾസ് അതിന് കൺസ്യൂം ചെയ്യണത് അല്ലേ? അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ നോക്കിയാൽ ഒരു ജൂള് എത്ര സമയം കൊണ്ടായിരിക്കും? 1/100 സെക്കൻഡ് കൊണ്ടായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത്ര ജൂൾസ് എത്രയിലായിരിക്കും? ഇതിൻ്റെ 1.576 ഇടും. അത് സെക്കൻഡ് അല്ലേ വരിക? റൈറ്റ്? സെക്കൻഡിനെ നമ്മളിത് വർഷങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുള്ളൂ. സമജ്മയായ അയ്യോ അല്ലെങ്കിൽ ഞാൻ വൃത്തികെട്ട ആൻസർ ആയിരിക്കും ഉണ്ടാവുക. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോകാം. ഓക്കെ, ഞാൻ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം കേട്ടോ. 11ാമത്തെ ക്വസ്റ്റ്യനാണ് എത്തിക്കണത്. ബോറോണിൻ്റെ 2 ഫോം ഉണ്ട്, ഐസോടോപ്സ് B10 B11ൻ്റെയും ആൻഡ് ആറ്റമിക് ആവറേജ് ഫോർ ആറ്റമിക് വെയിറ്റ് ഒബ്വിയസ്ലി 10.81 ആണ്. യുവർ ആസ് വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് എമൗണ്ട് ഓഫ് B10ൻ്റെയും എമൗണ്ട് ഓഫ് B11 എത്രയാണുള്ളത് ഇൻ നേച്ചർ. ഇപ്പോൾ പെർസെൻറ്റേജ് വെച്ചിട്ടുള്ള ചെയ്ത് ഓർമ്മ ഉണ്ടാകും. മൊത്തം നമുക്ക് 10.81 ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. B10ൻ്റെ നോക്കിയേ, അതിൻ്റെ ആറ്റമിക് മാസ് എത്രയാണ്? 10 അല്ലേ? 10 × അതിൻ്റെ പെർസെൻറ്റേജ് ലെറ്റ്സ് സേ X ആണെന്ന് വിചാരിക്കാം. X amount is there. Suppose B11 in nature it is Y amount. അപ്പോൾ അതെന്തായിരിക്കും? 11 × Y ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് എത്രയാണ്? X + Y അല്ല, ഇങ്ങനെയല്ല നമുക്ക് റേഷ്യോ ഞാൻ എടുത്ത് തന്നുണ്ട് കേട്ടോ. സോ 10X + 11Y is equal to X + Y അല്ലേ?
അതാണ് നമുക്ക് എത്ര തന്നിട്ടുള്ള 10.81. ഇതിൽ നിന്ന് x/y കണ്ടുപിടിക്കണം, റൈറ്റ്? ഒന്നുകൊണ്ട് നോക്കിയാൽ എത്ര വരെയാണോ? 10.81x plus 10.81y is equal to 10x plus 11y. അപ്പോൾ 10x ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൈനസ് വരും, ഇല്ല, 0.81x is equal to ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എത്ര? 0.19 അല്ലേ വരിക? 0.19y അല്ലെങ്കിൽ x/y can be written as 19/81. അവിടെ എന്തൊരു അങ്ങനൊരു 19/81. സമജ് മേ ആയ? സിമ്പിളാണ്. ഇതിൻ്റെ ഫോർമുല ഞാൻ എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ. ഒരു രണ്ടുണ്ട്, ഇവനെ കുറച്ചും കൂടെ കൊണ്ടുവരാം. ഏതാ ക്വസ്റ്റ്യൻ? ഓക്കെ, ഇത് തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നത്, മുന്നത്തെ പിന്നെ തുല്യം. ഓക്കെ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ് പറയണത്. അയ്യോ 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 എത്രയും കൂടെ നീക്കിയേ, അതിൻ്റെ മുകളിൽ കയറിപ്പോയി. ഓക്കെ, റീഡ് ദ ക്വസ്റ്റ്യൻ. എപ്പോഴും ഡോണ്ട് വെയിറ്റ് ഫോർ മീ ടു കാൽക്കുലേറ്റ് ദ ക്വസ്റ്റ്യൻ. വീഡിയോ പോസ് ചെയ്തിട്ട് തനിയെ കാൽക്കുലേറ്റ് ആയിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ലിഥിയത്തിൻ്റെയാണ്, ഹീലിയത്തിൻ്റെയും 5.60ഉം 7.06 മെഗാ ഇലക്ട്രോൺ വോൾട്ട് റെസ്പെക്റ്റീവ്ലി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ലിഥിയവും ഹൈഡ്രജനും റിയാക്ട് ചെയ്തിട്ട് ഹീലിയം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഈസ് റിലീസ്ഡ്, റൈറ്റ്? ഒന്നുകൂടി ശ്രദ്ധിച്ച്. ബൈൻഡിങ് എനർജി ഓഫ് ഹീലിയം ആസ് വെൽ ആസ് ലിഥിയം ഇസ് ഗിവൺ 7.06 ആൻഡ് 5.60 റെസ്പെക്റ്റീവ്ലി. അങ്ങനെയാണ് ഈ റിയാക്ഷനിൽ ലിബറേറ്റ് ചെയ്യാൻ പോകുന്ന ഹീറ്റ് എനർജി എത്രയാണെന്നാണ് ചോദ്യം. പോസ് ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യനൊക്കെ എഴുതി വയ്ക്കുകയാണെങ്കിൽ നല്ല കാര്യം, റൈറ്റ്? ഇനി നമുക്ക് സോൾവ് ചെയ്യാം, റൈറ്റ്? അപ്പോൾ ശ്രദ്ധിച്ചേ, നമുക്ക് ഹീലിയത്തിൻ്റെ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയൈൻ്റെ ബൈൻഡിങ് എനർജിയാണ് തന്നിട്ടുള്ളത്, കിട്ടിയ. അപ്പോൾ 4 എണ്ണം ഉണ്ട്, 4 ആറ്റോമിക് മാസ്സാണുള്ളത് അല്ലേ. സോ ടോട്ടൽ ബൈൻഡിങ് എനർജി, റൈറ്റ്, ഓഫ് ഹീലിയം is what? 4 into 7.06. So it is around 28.24 mega electron volt. ഇതേമാതിരി ലിഥിയത്തിൻ്റെ ആറ്റോമിക് മാസ് എത്രയാണ്? മാസ് നമ്പർ എത്ര? 7. അപ്പോൾ ബൈൻഡിങ് എനർജി ഓഫ് ലിഥിയം, റൈറ്റ്, ക്ലിയർ, is 7 into 5.60. It will be 39.20 mega electron volt അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റൻ ഒന്ന് എഴുതിയ 7 lithium reacts with 1 proton to produce 1 helium അല്ലേ. 1 helium, right? ന്യൂക്ലിയൈ 2 എണ്ണം ഉണ്ടോ നോക്കട്ടെ. 2 എണ്ണം ഉണ്ടെന്നോ? ഇല്ല, 1 എണ്ണം ഉള്ളു. പക്ഷേ ശരിയാവില്ലല്ലോ. 7 1 8, ഇവിടെ 4 വരണം. അപ്പോൾ 1 എണ്ണം കൂടി ഇട്ടിട്ട് ഈ ക്വസ്റ്റൻ ഒന്നുകൂടി ചേഞ്ച് ചെയ്യണം കേട്ടോ. 2 എണ്ണം ഉണ്ടായാലേ റിയാക്ഷൻ ബാലൻസ്ഡ് ആവുള്ളൂ. ഓർമ്മ ഉണ്ടാവും, ഇവിടുത്തെ എത്രയാണ് ആറ്റോമിക് മാസ് തന്നെയായിരിക്കണം മാസ് നമ്പർ ഇവിടെ. 3 1 4, 2 2 4, 7 1 8, 4 4 8 അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് വിത്ത് ക്യൂ എനർജി. ഓക്കെ, അപ്പോൾ ഇവർ 2 പേരും കൂടിയിട്ട് നമുക്ക് പ്രോട്ടോണിൻ്റെ എനർജി, ബൈൻഡിങ് എനർജി അറിയേണ്ട കാര്യമില്ല. നമുക്ക് ലിഥിയത്തിൻ്റെ തന്നിട്ടുണ്ട് എത്രയാ? 39.20 കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ. ഹീലിയൻ്റെ 2 എണ്ണം ഉണ്ട് അല്ലേ. ഒരെണ്ണം നമുക്ക് തരുന്നത് 28.24 ആണെങ്കിൽ 2 എണ്ണം കൂടിയിട്ട് എത്രയാണ്? 56.48 മെഗാ ഇലക്ട്രോൺ വോൾട്ട് അല്ലേ. അതായത് ലിഥിയം മാത്രം ജനറേറ്റ് ചെയ്യണമെങ്കിൽ ദിസ് മച്ച് എനർജി ഹാസ് ടു ബി റിലീസ്ഡ്, ആൻഡ് വെൻ ഹീലിയം ഹാസ് ടു ബി ക്രിയേറ്റഡ് ദിസ് മച്ച് എനർജി ഹാസ് ടു ബി റിലീസ്ഡ്. അപ്പോൾ എത്ര എനർജി ഇനി റിലീസ് ചെയ്യണം സോ ദാറ്റ് ദിസ് റിയാക്ഷൻ ഹാപ്പൻസ്? എത്രയാ? 56.48 39.28 കുറച്ചൊക്കെ 17.28 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഇത്രയും എനർജി കൂടി റിലീസ് ചെയ്താലേ എനർജി ഈക്വേഷൻ നടക്കുകയുള്ളൂ, റൈറ്റ്? സോ 17.28 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി ഹാസ് ടു ബി റിലീസ്ഡ് ഫർദർ. ക്ലിയർ ആവുന്നതിന് ഒന്നുകൂടി ശ്രദ്ധിച്ചേ. ഒരു ലിഥിയത്തിൻ്റെ ബൈൻഡിങ് എനർജി, ഒരു ലിഥിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് 1 മോളിക്യൂൾ ഓർ 1 എൻറ്റയർ ആറ്റം എടുക്കുകയാണെങ്കിൽ 7 ആറ്റമിക് നമ്പേഴ്സാണുള്ളത്, റൈറ്റ്? അപ്പോൾ അത്രയും ആറ്റമിക് നമ്പേഴ്സിലെ മാസ് നമ്പേഴ്സാണുള്ളത്, റൈറ്റ്? അപ്പോൾ അത്രയും എനർജി ലിബറേറ്റ് ചെയ്യും എന്ത്? ലിഥിയം.
while it is being created from its own nucleons. റൈറ്റ്. സിമിലർലി ഹീലിയം, ഒരു ഹീലിയത്തിൻ്റെ സെക്ഷൻ ഉണ്ടാക്കണമെങ്കിൽ, ന്യൂക്ലിയൈ ഉണ്ടാക്കണമെങ്കിൽ ദിസ് മച്ച് എത്ര 28 പോയിൻ്റ് ആവുന്നുണ്ട് അല്ലേ, എനർജി ഇസ് റിലീസ്ഡ്. റൈറ്റ്, ക്ലിയർ. അപ്പോൾ അങ്ങനെ 2 ഹീലിയം ന്യൂക്ലിയൈ ആണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ളത്. ക്ലിയർ. അപ്പോൾ അതിൽ എനർജി എത്ര റിലീസ് ചെയ്യണം? 56.48. എത്ര റിലീസ് ചെയ്തിട്ടുള്ളോ? 39.20 എനർജി റിലീസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി എത്ര റിലീസ് ചെയ്യണം? 17.8. സോ ദാറ്റ് ഇസ് ദ എനർജി വിച്ച് വിൽ ബി റിലീസ്ഡ്. സമജ്മയായ റൈറ്റ്. സോ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഇത് കിട്ടിയതല്ല ആൻസർ. ഞാൻ വേറെ ക്വസ്റ്റ്യൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ചിക്ക 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 എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യനെ അത് എഴുതി പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്രൗഡഡ് ആയിരിക്കില്ല. എന്നതാഡ് ചെയ്തത്? റൈറ്റ്. 13ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഓർഡറൊക്കെ അങ്ങോട്ട് പോയിരിക്കാം, പോട്ടെ. റൈറ്റ്. 13th ക്വസ്റ്റ്യൻ ആട്ടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ന്യൂക്ലിയസ് റപ്ചേഴ്സ് ഇൻ ടു 2 ന്യൂക്ലിയർ പാർട്സ് വിച്ച് ഹാവ് ദിയർ വെലോസിറ്റി റേഷ്യോ ഈക്വൽ ടു 2:1. വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ദിയർ ന്യൂക്ലിയർ സൈസ്? അവരുടെ വെലോസിറ്റി റേഷ്യോസ് ആണ്. അതായത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അത് റപ്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഷൻ നടന്നിട്ടുണ്ടെന്നാണ് ഉത്തരം. മീൻസ് ഫിഷൻ ആവണമെന്നില്ല, പോട്ടെ, എന്തായാലും തകർന്നിരിക്കുകയാണ്. അതെ. അങ്ങനെയാണെങ്കിൽ 2 പാർട്സ് ആവാണ്. 2:1 അവരുടെ വെലോസിറ്റി റേഷ്യോ. V1:V2. വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ദിയർ ന്യൂക്ലിയർ സൈസ്? അല്ലെങ്കിൽ നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ന്യൂക്ലിയർ റേഡിയസിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, ഇവിടെ കൊണ്ടുപോയിട്ട് ഇതെന്ത് ന്യൂക്ലിയസ് ചാപ്റ്ററിൽ അല്ലേ അങ്ങനെ അല്ലെങ്കിൽ വെലോസിറ്റി അങ്ങനെ വന്നു എന്ന് ഇങ്ങനെ ആലോചിക്കുന്നതിന് മുമ്പ് ബേസിക് ഫിസിക്സിൻ്റെ കാര്യം ആലോചിക്കുക. ദാറ്റ് ഇസ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. m1v1 = m2v2 അല്ലേ? അല്ലെങ്കിൽ v1/v2 = m2/m1 അല്ലേ? അതിൽ m എന്ന് പറഞ്ഞാൽ എന്താണോ? മാസ് = വോള്യൂം ഇൻറ്റു ഡെൻസിറ്റി അല്ലേ? 4/3πr³ ρ. അല്ലെങ്കിൽ എനിക്ക് എന്തെഴുതാം? മാസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് റേഡിയസ് അല്ല. നമ്മൾ സ്ഫെറിക്കൽ സ്ട്രക്ചർ അല്ലേ കൊടുക്കണേ. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റനൊക്കെ മാറ്റി കേട്ടോ. ഇനി m2/m1 ഞാൻ എഴുതാൻ v1/v2 = ഇതിന് r2³ എന്ന് എഴുതും. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ r2/r1 കണ്ടോ? എന്നാലും നമുക്ക് ആൻസറിലേക്ക് ഐശ്യടാ. ഓക്കെ, r2/r1 = v1/v2 1/3. ഇനി v1/v2 നമുക്ക് എത്ര തന്നിട്ടുള്ളത്? 1/2 തന്നിട്ടുണ്ട്, 1/3. ദാറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് ദ റേഡിയൈ. ഓക്കെ. അപ്പോൾ സ്ട്രേറ്റ് ഇങ്ങനൊരു സെക്ഷൻ ഞാൻ നിങ്ങൾക്ക് ബുക്കിലും ഇല്ല, ആസ് ഇറ്റ് ഇസ് ക്വസ്റ്റ്യനും ഇല്ല. പക്ഷേ യു ഗൈസ് ക്യാൻ ജനറേറ്റ് ഇറ്റ് ഇല്ലേ? അപ്പോൾ ഈ റബ്ബറോട് ഇത് മാച്ച് കളയാം. ഓക്കെ. അപ്പോൾ ഇത് കളയാൻ വല്ല വഴിയുണ്ട്? ഇനിതാ ഇപ്പോൾ തന്നെ ഞാൻ റബ്ബർ കൊണ്ട് മാച്ചാൽ എനിക്ക് വയ്യ. പിന്നെ അത് ഫോട്ടോ എടുക്കാണ്ടി വന്നേ. 26ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകട്ടെ. 26th ക്വസ്റ്റ്യൻ. റൈറ്റ്. എന്താ പറയുക? പവർ ഒബ്റ്റെയിൻഡ് ബൈ ഇൻ എ റിയാക്ടർ യൂസിങ് uranium-235 disintegration is 1000 kW. The mass decay of 235 per hour. എത്ര മാസാണ് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യണത് ഓരോ മണിക്കൂറിലെന്നാണ് ചോദ്യം. ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ലിസൺ ടു ദ ക്വസ്റ്റ്യൻ. റൈറ്റ്. അപ്പോൾ നമുക്ക് നോക്കിയേ, ഇപ്പോൾ 1000 kW എന്നൊക്കെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലേ? സോ മാസ് ഡീകേ എന്താണ് പെർ അവർ എന്നുള്ള കോൺസെപ്റ്റ് അറിയണം. എമൗണ്ട് ഓഫ് മാസ് വിച്ച് ഇസ് ഡീക്കേയിങ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണോ? dm/dt ആണ് നിങ്ങളോട് ചോദിക്കണേ. ക്ലിയർ ആണോ? amount ഓഫ് മാസ് വിച്ച് ഈസ് ഗെറ്റിംഗ് പെർ സെക്കൻഡ് അല്ലേ? അപ്പോൾ റേറ്റ് ഓഫ് ഡീകേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താ നമ്മുടെ മാസ് ഡീകേ പെർ അവർ എന്ന് പറയുന്നത് dm/dt ആണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ്. അപ്പോൾ
ശ്രദ്ധിച്ച് നോക്കിയേ. അപ്പോൾ ഇ ഇസ് ഈക്വൽ ടു എം സി സ്ക്വയർഡാണെന്നറിയാം, അല്ലെങ്കിൽ എം ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം, ഇ ബൈ സി സ്ക്വയർ. പ്രോപ്പർ ഇക്വേഷൻ ഇതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ദാറ്റ് ഈസ് മാസ് ഇക്വലൻ്റ് എനർജി. എത്രയെങ്കിലും മാസ് whenever an object is being created from its own respective particles, basically nucleons, an amount of energy is released, which is actually the difference in the masses between the nucleons and the mass of the actual nucleus which is being made. അതായത് മാസ് കുറച്ച് ഡിസപ്പിയർ ആവുന്നുണ്ട്, ആ മാസാണ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണത്. അതുകൊണ്ടാണ് ഇറ്റ് ഇസ് ബെറ്റർ ടു റൈറ്റ് ഈ എം ഇസ് ഈക്വൽ ടു ഇ ബൈ സി സ്ക്വയർഡ്. ഇതാണ് ശരിക്കും നമ്മുടെ ഐൻസ്റ്റീൻ പറഞ്ഞത്, അല്ലാണ്ട് ഇ ഇസ് ഈക്വൽ ടു എം സി സ്ക്വയർഡ് അല്ല ഐൻസ്റ്റീൻ പറഞ്ഞ ഇക്വേഷൻ. ക്ലിയർ? എം ഇസ് ഈക്വൽ ടു ഇ ബൈ സി സ്ക്വയർഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി എം ഇസ് ഈക്വൽ ടു എന്താ, ഇ ബൈ സി സ്ക്വയർഡ്. ഞാനൊന്ന് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാം. So that this becomes dm by dt with respect to time is equal to 1 by c squared. അല്ലേ? എന്തുകൊണ്ടാണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇസ് കോൺസ്റ്റൻറ്റ്. ഡി ഇ ബൈ ഡി ടി. റൈറ്റ്? ക്ലിയർ ആവുന്നുണ്ട്? അപ്പോൾ ഈ ഡി ഇ ബൈ ഡി ടി എന്താടോ? എനർജി ബൈ ടൈം, അല്ലെങ്കിൽ വർക്ക് ബൈ ടൈം, പവറാണ് അല്ലേ? അതായത് ഇസ് ഈക്വൽ ടു 1 by c സ്ക്വയർ. എത്ര നമുക്ക് പവർ ഇൻ വാട്ട് വന്നിട്ടുള്ള? 1000 വാട്ടല്ലേ? 1000 കിലോ വാട്ടാണോ? ആ കിലോ വാട്ട് അല്ലേ? അപ്പോൾ 1000 ഇൻറ്റു 10⁻³ എടുക്കുമ്പോൾ എത്രയാണ്? 10⁻6 അല്ലേ? അയച്ച് കിട്ടാ. അവിടെ 10⁻6 എഴുതിയാൽ മതി. സി സ്ക്വയറിന് പകരം എന്താ? 3 ഇൻറ്റു 10⁻8 വരുമ്പോൾ 9 ഇൻറ്റു 10⁻16 വരും. അപ്പോൾ 10⁻−10/9 വരും. ക്ലിയർ ആവുണ്ടോ? അതവിടെ ഇരിക്കട്ടെ, ഈ വാല്യൂ ഇങ്ങനെ എടുക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ ഇതിങ്ങനെ എഴുതിയാൽ മതി. 10⁻−10/9, ദാറ്റ് ഈസ് യുവർ ഡി എം ബൈ ഡി ടി. റൈറ്റ്? ഇത് എത്രയിലാണ്? ഇത് പെർ സെക്കൻഡിലാണ് അല്ലേ? പെർ സെക്കൻഡിലാണ്. ഇഫ് ഐ വാണ്ട് ടു കൺവേർട്ട് ഇറ്റ് ഇൻറ്റു അവർ ആണ് ചോദിച്ചിട്ടുള്ളത്, പെർ അവറിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പെർ സെക്കൻഡ് പെർ അവറിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇത് ഇൻറ്റു ഇൻറ്റു മിനിറ്റ്സ് അല്ലേ? സെക്കൻഡ്സ് കൺവേർട്ട് ചെയ്തു. റൈറ്റ്? 60 × 60 3600 ഉണ്ട്. സോ യു വിൽ ഗെറ്റ്, ഇനി നമുക്ക് 40 ഇൻറ്റു 10⁻8 വരും, അല്ലെങ്കിൽ 40 ഇല്ലാവില്ലേ? 4 ഇൻറ്റു 10⁻−8 കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്താ എഴുതാം? 40 മൈക്രോ എന്ന് എഴുതാം അല്ലേ? മ്യൂ ചെയ്യാം. കാൽക്കുലേഷൻ കയ്യിലിരിക്കുമായിരിക്കും കേട്ടോ. 40 മൈക്രോഗ്രാം വരും. ക്ലിയർ? ദിസ് വാല്യൂ കിട്ടിയത് ശരി തന്നെയാണ്, പക്ഷെ ദിസ് ഇസ് ഇൻ മാസ് ഡിഫെക്റ്റ് ഓർ മാസ് ഡി കെ പെർ അവർ ആണത്. ഓരോ മണിക്കൂറിൽ വരുന്നതാണ്. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രയുള്ളൂ? 60 മിനിറ്റ് 60 സെക്കൻഡ്. ഒരു മണിക്കൂറിൽ ഇത്ര വെച്ചിട്ട് പോകുന്നുണ്ട്. റൈറ്റ്? അപ്പോൾ എത്ര ഓരോ സെക്കൻഡിനുള്ളിൽ എത്രയാണ്? സോറി ആ ഒരു മണിക്കൂറിലാട്ടോ, തെറ്റിപ്പോയില്ലേ. ഒരു സെക്കൻഡിനുള്ളിൽ എത്ര പോകുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ അവറിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. ക്ലിയർ? റൈറ്റ്? അയ്യോ എന്താ ഞാൻ നിർത്തിയ ഏതോ ക്വസ്റ്റ്യനിലേക്ക് ഇനിയും ആലോചിച്ചിരുന്നു, മറന്നുപോയല്ലോ. ഇത് കളയാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഇത് കളഞ്ഞെല്ലാം പോവോ? ഇല്ല, ഇതും കൂടി കളയാമെന്ന് വിചാരിച്ചിരുന്നു. ഇപ്പം തന്നെ ഞാൻ പോയി വായിച്ചാനേട്ടാ. മൂന്നെണ്ണം പക്ഷേ ഞാൻ അപ്പം തന്നെ വെട്ടിക്കളഞ്ഞ ബെസ്റ്റ് കളഞ്ഞ്. ഇത് കാണാൻ പറ്റുന്നു. ഓക്കെ, 57 കേട്ടോ ക്വസ്റ്റ്യൻ. എന്നാലും വായിക്കാം ഞാൻ. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എ ഹാസ് എ ഡി കെ കോൺസ്റ്റൻറ്റ് 8 ലാംഡ. And material B has a decay constant lambda. Initially they have same number of nuclei. After what time the ratio of number of nuclei of material B to that A becomes 1/E. പോസ് ചെയ്യാട്ടോ വീഡിയോ, എന്നിട്ട് തനിയെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് മാത്രം യു ടേക്ക് ദ ഹെൽപ്പ് ഓഫ് വാട്ട്സ് എവർ ഹെൽപ്പ് എടുത്താൽ മതി. ക്ലിയർ ആയാ? റൈറ്റ്? ഓക്കെ,
എന്താണ് അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ളത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എ ഉണ്ട്, അതിൻ്റെ DK കോൺസ്റ്റൻറ്റ് 8 ലാംഡയാണ്. അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇവിടെ എഴുതാൻ പറ്റും ഈ സൈഡിൽ. നിറച്ച് എഴുതി വെച്ചിരിക്കുന്നു. ഒരു കാര്യമായിട്ട് ഇന്ന് പണി ഇത് കളയട്ടെ. ഇതിനെ കുറേ നേരം പോകും മനുഷ്യൻ്റെ. ഓക്കെ, ഇവിടുന്ന് ക്വസ്റ്റ്യൻ കാണാൻ പറ്റുമോ? റൈറ്റ്. അപ്പോൾ അടിയത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും വായിക്കാൻ മടിയാണ്. റൈറ്റ്. ലാംഡ എ എന്ന് പറയുന്നത് 8 ലാംഡയാന്ന് തന്നിട്ടുണ്ട്. ലാംഡ ബി ഈസ് ഗിവൺ ആസ് ലാംഡ. റൈറ്റ്. ഇങ്ങനെ ഡിവിഷൻ ചെയ്ത് വെച്ചോ. പിന്നെ ക്വസ്റ്റ്യനിലേക്ക് നോക്കട്ടെ. ഇനീഷ്യലി ദേ ഹാവ് സെയിം നമ്പർ ഓഫ് ന്യൂക്ലിയൈ, അതായത് അവരുടെ N0 രണ്ടിൻ്റെയും സെയിം ആണ്. ആഫ്റ്റർ വാട്ട് ടൈം ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഓഫ് B to A ബിക്കംസ്, അതായത് ഇപ്പോഴത്തെ NB എന്ന് പറയുന്നത് എന്തായിട്ടുണ്ടാവണം? അതായത് സപ്പോസ് നൗ the number of nuclei of B is NB and now the number of nuclei of A is NA. Your question is, when will NB equal to NA by E? Okay, അപ്പോൾ ചോവർത്തി മാറ്റാൻ മതിയായിരുന്നു. ഇനി NBന് പകരം എന്ത് എഴുതാം? N0. എന്താ ശരിക്കുള്ള ഇക്വേഷൻ? N is equal to N0 into E raised to minus lambda T അല്ലേ? റൈറ്റ്. ആ ഫോർമുല ഓർമ്മ വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ മാറ്റി കളയട്ടാം. അപ്പോൾ NBൻ്റെ സ്ഥലത്ത് ഞാൻ എഴുതി നോക്കട്ടെ. N0 ഇൻറ്റു E raised to മൈനസ് ലാംഡ BT ഇസ് ഈക്വൽ ടു N0 എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണത്തിൻ്റെ ഇനീഷ്യൽ എമൗണ്ട് ഓഫ് സാമ്പിൾ സെയിം ആയിരുന്നു എന്ന് പറഞ്ഞ ഓർമ്മയുണ്ട് അല്ലേ? E raised to മൈനസ് ലാംഡ A ഇൻറ്റു T അല്ലേ? അപ്പോൾ N0 ക്യാൻസലായി അല്ലേ? അപ്പോൾ E raised to മൈനസ് ലാംഡ B എത്രയാണ് തന്നിട്ടുള്ള, ലാംഡ B എത്രയാണ്? മൈനസ് ലാംഡ എന്ന് എടുക്കണം. E raised to മൈനസ് ലാംഡ A എന്താന്ന് പറഞ്ഞാൽ 8 ലാംഡ T എന്ന് എടുക്കണം അല്ലേ? രണ്ടിടത്തും ഈ ഫങ്ഷൻ അല്ലേ? അപ്പോൾ നോക്കിയേ, ഒരു ബൈ ഇ എടുക്കാൻ മറന്നുപോയല്ലോ. ഇവിടെ ഒരു ബൈ ഇ ഉണ്ട്, ഇവിടെ ഒരു ബൈ ഇ ഉണ്ട് അല്ലേ? റൈറ്റ്. അപ്പോൾ ഈ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് നോക്കി, E raised to മൈനസ് ലാംഡ T ഇസ് ഈക്വൽ ടു E raised to മൈനസ് 8 ലാംഡ T. E raised to മൈനസ് 1 അല്ലേ, അല്ലെങ്കിൽ മൈനസ് 1 എന്ന് എഴുതാം കേട്ടാ. ശ്രദ്ധിച്ചു നോക്ക്, മാത്സ് ആണത്. അപ്പോൾ മൈനസ് ലാംഡ T ഇസ് ഈക്വൽ ടു മൈനസ് 8 ലാംഡ T മൈനസ് 1. E raised to ഫംഗ്ഷൻ അല്ലേ, രണ്ടിടത്തും നിങ്ങൾ എക്സ്പോണൻഷ്യൽ കളഞ്ഞാൽ മതി. റൈറ്റ്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ലാംഡ T ഇസ് ഈക്വൽ ടു 1 മൈനസ് 8 ലാംഡ T. അല്ലല്ലോ, 2 പ്ലസ് അല്ലേ വരിക. റൈറ്റ്. ഈക്വൽ ടു ലാംഡ T. റൈറ്റ്. അപ്പോൾ ഈ 8 ലാംഡ ടീൻ്റെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും മൈനസ് വാല്യൂ വരും. T ഇസ് ഈക്വൽ ടു മൈനസ് 1/7 ലാംഡ എന്ന് വരും. റൈറ്റ്. പക്ഷേ സമയം ഒരിക്കലും മൈനസ് ആവാറില്ല. സോ യു വിൽ ടേക്ക് ദിസ് ഇസ് എന്താ പ്ലസ്. സോ ടൈം ഇസ് ഈക്വൽ ടു 1/7 ലാംഡ. മൈനസ് ഒക്കെയാണ് വരിക, ബട്ട് ഇറ്റ്സ് ഓക്കെ. ടൈം ഒരിക്കലും നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് പോസിറ്റീവ് എടുത്തു. സമസ്മയായ അത് നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇനി ഇവനെടുക്കാം. ഏതാ നോക്കുന്നത്? ഇതെല്ലാം എടുത്തിരിക്കണേ. ഹാഫ് ലൈഫ് ഓഫ് റേഡിയോ ആക്റ്റീവ് എക്സ് ഇസ് 20 years. എടോ, ഇത് ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മാത്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ, മാത്സ് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് പോരേണ്ടതാട്ടോ. റൈറ്റ്. ക്ലിയർ. അപ്പോൾ നോക്കട്ടെ. ഹാഫ് ലൈഫ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് നമുക്ക് തന്നിട്ട് ഒന്നെങ്കിൽ ഫോർമുല വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു എന്താ പറയുക, എഴുതി പോവാന്നൊക്കെ പറഞ്ഞു കേട്ടില്ല, അതുമാതിരി എഴുതാം. ഓക്കെ. ഹാഫ് ലൈഫ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് എക്സ് ഇസ് ഗിവൺ ആസ് 20 years അല്ലേ? ഇറ്റ് ഡീക്കേസ് ടു അനദർ എലമെൻറ്റ് Y which is stable. The two elements X and Y were found to be in the ratio 1:7 in a sample of a given rock. അതായത് ഇപ്പോൾ അതിൻ്റെ എമൗണ്ട് എക്സും വൈൻ്റെ എമൗണ്ട് 1:7 ആണ്. വാട്ട് ഇസ് ദ ഏജ് ഓഫ് ദ റോക്ക് എസ്റ്റിമേറ്റഡ് ടു ബി? റൈറ്റ്. അതായത് പോട്ടെ, ഇപ്പോഴത്തെ എമൗണ്ട് ശ്രദ്ധിച്ചേ, ഏതിൻ്റെ? എക്സിൻ്റെ കേട്ടോ. റോക്ക് ഉണ്ട് എന്ന് വെച്ചാൽ റോക്ക് റോക്കിൻ്റെ മൊത്തം മാസ് എത്രയെങ്കിലും ആയിക്കോട്ടെ, അതിൽ 1/8 എക്സ് ആണ്. ക്ലിയർ ആവുണ്ടോ? 7 ഉണ്ടാവും. 1/8 എന്ന് ഉദ്ദേശിക്കണം, മനസ്സിലാവുണ്ടാവും. ക്ലിയർ. ആൻഡ് 7/8 Y ആണ്.
മനസ്സിലാവുണ്ടോ? എടോ ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കട്ടാ. റോക്കിലെ ആദ്യം ഒരു എലമെൻ്റ് റോക്ക് എടുത്തിട്ടുണ്ട്. അതിൽ 1:7 എമൗണ്ട് എക്സും വൈ ആണ്. പക്ഷേ ഈ വൈ ശരിക്കും ജനറേറ്റ് ചെയ്തത് എന്തിൽ നിന്നാണ്? എക്സിൽ നിന്നാണ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അതും തന്നിട്ടുണ്ട്. റൈറ്റ്? ക്ലിയർ? റൈറ്റ്? ഇത്രയാണ് നമുക്ക് ലോജിക്ക്. സോ ഹൗ മച്ച് ഇസ് ദ എമൗണ്ട് ഓഫ് എക്സ് നൗ കറൻ്റ്ലി? ഇറ്റ് ഇസ് 1/8. ക്ലിയർ? ഇത്ര ക്ലിയർ ആയ? അപ്പോൾ ഇപ്പോഴത്തെ നമ്പർ ആണ് എന്നാണ് 1/8 ആരുടെ? എക്സിൻ്റെ. ഇനീഷ്യൽ എമൗണ്ട് n0 വിചാരിക്കുക. വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹാഫ് ലൈഫ് ആൻഡ് കറണ്ട് എമൗണ്ട്? n ഈസ് ഈക്വൽ ടു n0 ഡിവൈഡ് ബൈ 2n ആണോ? ഈ n ഇപ്പോൾ എത്രയെന്ന് പറയണേ? ആദ്യത്തെ എമൗണ്ടിൻ്റെ 1/8 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്രയുള്ളൂ? 3 അല്ലേ? 2/3 അല്ലേ 8. അപ്പോൾ എത്ര ഹാഫ് ലൈഫ് കഴിഞ്ഞു? 3 ഹാഫ് ലൈഫ് കഴിഞ്ഞു. ഏത്? ആ റോക്കിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എക്സ് ഇരിക്കുന്നത് അതിൻ്റെ 3 ഹാഫ് ലൈഫിന് ശേഷമാണ് അല്ലേ? ഓക്കെ. അപ്പോൾ 3 ഹാഫ് ലൈഫ് എന്നാണ്. ഒരു ഹാഫ് ലൈഫ് ഓഫ് എക്സ് എത്രയാണ്? 20 ഇയേഴ്സ് ആണ്. അപ്പോൾ 60 ഇയേഴ്സ് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ആ റോക്കിന്. ക്ലിയർ? ദ റോക്ക് ഈസ് നൗ ഓഫ് 60 ഇയേഴ്സ്. ഇതാണ് ഏറ്റവും എളുപ്പം. അല്ലെങ്കിൽ ഇരുന്നിട്ട് ഓരോ ടൈമും ഇങ്ങനെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തലയ്ക്ക് ഓളുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ക്ലിയർ ആവണ്ട? ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ നിങ്ങളോട് പറഞ്ഞു ഒരു റോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എക്സും വൈ എന്നാണ്. ഇപ്പോൾ എക്സിൻ്റെ എമൗണ്ട് 1/8 ആണ്, വൈൻ്റെ എമൗണ്ട് 7/8 ആണ്. ആ എക്സ് വൈ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഹാഫ് ലൈഫ് അതിൻ്റെ ഓരോ പ്രാവശ്യവും ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോഴും ഹാഫ് ലൈഫ് പീരീഡ് അതിൻ്റെ 20 ഇയേഴ്സ് ആണ്. റൈറ്റ്? അപ്പോൾ പിന്നെ ഈ ഫോർമുല വെച്ച് ചെയ്യല്ലേ ഏറ്റവും എളുപ്പം. സമയം കൺസെപ്ഷൻ വളരെ കുറവാണ്. ക്ലിയർ?